السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഖുർആൻ പഠിച്ചവൻ്റെ അടുത്തു നിന്നുള്ള ഗ്രന്ഥമാണ് എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശവാദമാണ് ഖുർആനിൻ്റേത്. അത് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ തന്നെ കാത്തു സൂക്ഷിക്കപ്പെടുമെന്നത്. വേദഗ്രന്ഥങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഖുർആൻ തന്നെ അവകാശപ്പെടുന്നത്, ഖുർആനിലൂടെ അള്ളാഹു അവകാശപ്പെടുന്നത്, നമ്മൾ ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആകുന്നു ഈ ദിക്ർ, ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, അതിനെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു കാത്തു സൂക്ഷിക്കും എന്ന് ഉറപ്പ് നൽകിയ ഗ്രന്ഥമാണ് ഖുർആൻ. അങ്ങനെയുള്ള ഖുർആൻ അത് എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കപ്പെടുന്നത്? അതേപോലെ തന്നെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ നിന്ന് നിലനിൽക്കുന്നില്ല. അതിൽ കൈകടത്തലുകൾ വന്നിട്ടുണ്ട്. അത് മുഹമ്മദ് നബി പഠിപ്പിച്ച ഖുർആനിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്നത്തെ ഖുർആൻ. മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ ഖുർആൻ നിലനിന്നിരുന്നില്ല. ഖുർആൻ പല ഘട്ടങ്ങളിലായി പല രൂപത്തിലുള്ള ആശയ ചോർച്ചകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ള വാദങ്ങൾ നിലനിൽക്കുന്ന ഒരു ആശയ പ്രചരണ പരിസരത്ത് നിന്നാണ് നമ്മൾ ഇത്തരം ഒരു വിഷയം പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ വിഷയമായി, ഒരു പഠന വിഷയമായി നിങ്ങൾ കാണുകയും ആ പഠന വിഷയത്തിൽ നിങ്ങൾ കൃത്യമായ ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവിടെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇസ്ലാമിക പ്രബോധകരായി സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് ഖുർആൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ മാത്രമാണ് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ നിലനിൽക്കുന്ന ഗ്രന്ഥം എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും ഖുർആനല്ലാത്ത മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം, അത് ദൈവിക ഗ്രന്ഥങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഗ്രന്ഥങ്ങൾ പോലും, അത് ആദ്യ കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട, ആദ്യ കാലഘട്ടത്തിൽ നിലനിന്ന അതേ രൂപത്തിലല്ല ഇന്ന് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ഒരു ആശയമെന്നുള്ള നിലക്ക് പ്രചരിപ്പിക്കുമ്പോൾ അത് അല്ല, ഖുർആന്റെയും സ്ഥിതി അതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ വിമർശകന്മാർ പാടുപെട്ട് പണിയെടുക്കാറുണ്ട്. അപ്പോൾ അത്തരം ഒരു ആശയ പരിസരത്തിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു വിഷയത്തെ നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ നമ്മൾ ഖുർആനിനെ, ഖുർആന്റെ സംരക്ഷണ രീതിയെ എല്ലാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സ്വാഭാവികമായും അത്തരം വിമർശനങ്ങളുടെ മുന്നിൽ നമ്മൾക്ക് അടിപതറേണ്ടി വരും. അപ്പം അതുകൊണ്ട് അത് വളരെ കൃത്യമായി തന്നെ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഖുർആൻ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു എന്ന ചോദ്യത്തിനുള്ള വളരെ സരളമായ ഉത്തരം ഖുർആനായിക്കൊണ്ട് തന്നെ സംരക്ഷിക്കപ്പെട്ടു എന്നാണ്. ഖുർആൻ മുൻപുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുള്ളൊരു ഗ്രന്ഥമാണ്. ഖുർആൻ മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ, ഖുർആനിന് മുമ്പ് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം തന്നെ ഈമാൻ കാര്യത്തിൽ രണ്ടാമത്തെ, മൂന്നാമത്തെ കാര്യമാണ്. ഈമാൻ കാര്യങ്ങളിലെ മൂന്നാമത്തെ കാര്യമാണ് കിതാബുകളിലുള്ള വിശ്വാസം. അപ്പോൾ ആ കിതാബുകളിലുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണ് ഖുർആനിന് മുൻപ് വേദഗ്രന്ഥങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. എന്നാൽ ഈ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ, ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ തന്നെ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പോലും
അതിന് ഖുർആനിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ചില വ്യതിരിക്തതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ എത്രയാണ്? 4 ഖുർആൻ ഒഴിച്ച് 3 പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ ഒഴിച്ച് 3 ഗ്രന്ഥങ്ങളുടേതാണ് പേരെടുത്ത് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും സുഹുഫുകളിൽ നിന്ന് എന്ന സൂറത്തുൽ അഅലയിലെ പരാമർശം എടുത്തുകൊണ്ട് ഇബ്രാഹിം നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം സുഹുഫ് എന്ന് പറയാറുണ്ടെങ്കിലും അതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറയുന്നത് ഖുർആൻ അടക്കം 4 ഗ്രന്ഥങ്ങളാണ്. ഏതൊക്കെയാണത്? തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ. ഇവിടെ തൗറാത്ത് ആണെങ്കിലും ഇഞ്ചീലാണെങ്കിലും സബൂർ ആണെങ്കിലും ഇവക്ക് അവയുടേതായ ഒരു സവിശേഷതകളുണ്ട്. അവയുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള സവിശേഷത. തൗറാത്ത് എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ഒരു സമൂഹത്തെ ഏൽപ്പിച്ചു കൊടുക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏതാണ് ആ സമൂഹം? ഇസ്രായേൽ സമുദായം. ആ ഇസ്രായേൽ സമുദായത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടി, ഇസ്രായേൽ സമുദായത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാമുള്ള ദൗത്യമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നിർവഹിക്കാനുള്ളത്. അങ്ങനെ ഇസ്രായേൽ സമുദായത്തെ ഫിർഔനിന്റെ കിരാതമായ ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോയി അവർക്ക് ഒരു സ്വസ്ഥമായ സാമൂഹ്യ സംവിധാനം ഉണ്ടാക്കുകയും അതനുസരിച്ച് അവരെ ജീവിക്കാൻ വേണ്ടി അവർക്ക് ആവശ്യമായ നിയമങ്ങൾ, ആ നിയമങ്ങൾ മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് രേഖകളായി കൊടുക്കുന്നതാണ് തൗറാത്ത്. തൗറാത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലും ബൈബിളിലും എല്ലാമുള്ള പരാമർശങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രേഖകളിലായി രേഖപ്പെടുത്തതായി ഫലകങ്ങളിലായി നൽകപ്പെട്ടതാണ് തൗറാത്ത് എന്നുള്ള വേദഗ്രന്ഥം. അപ്പോൾ ആ തൗറാത്ത് അത് ചില നിയമങ്ങളാണ്. തൗറ എന്ന പദത്തിന്റെ തന്നെ അർത്ഥം, തോറ എന്ന ഹീബ്രു പദത്തിന്റെ അറബി ഭാഷാന്തരണമാണ് തൗറാത്ത്. തോറ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം നിയമമെന്നാണ്. അപ്പോൾ അതിൽ കുറേ നിയമങ്ങളാണുള്ളത്. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കുറേ നിയമങ്ങളാണ് തൗറാത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നും ബൈബിൾ പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകത്തിൽ ആ നിയമങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. കുറേയെല്ലാം നിയമങ്ങൾ വായിക്കാൻ കഴിയും. ചില കൈകടത്തലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊഴിച്ചു നിർത്തിയാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ തൗറാത്ത് എന്നത് ഒരു സമൂഹത്തിൽ പെട്ടെന്ന് ആ സമൂഹത്തിന്റെ പ്രത്യേകമായ വളർച്ചയുടെ ഘട്ടത്തിൽ അള്ളാഹു അവതരിപ്പിക്കുന്ന ചില നിയമങ്ങളാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഖുർആൻ. ഇപ്പൊ ഇഞ്ചീൽ എന്ന് പറഞ്ഞാൽ, ഇഞ്ചീൽ എന്ന ശബ്ദം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ്, അറിയാം. ഈ ഇഞ്ചീൽ എന്ന് പറഞ്ഞാൽ സുവിശേഷം എന്നാണ് അർത്ഥം. ഇവാങ്കലിയോൺ എന്ന ഗ്രീക്ക് ശബ്ദത്തിൽ നിന്നാണ് ഇഞ്ചീൽ എന്ന ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ സുവിശേഷം എന്നാണ് ആ ശബ്ദത്തിനർത്ഥം. ആ സുവിശേഷം അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ തൗറാത്ത് അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് വിമുഖത കാണിക്കുകയും അതോടൊപ്പം തന്നെ പൗരോഹിത്യം ആളുകളെ തൗറാത്ത് അനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത രൂപത്തിൽ നിയമങ്ങളെ കൊണ്ട് വരിഞ്ഞു മുറുക്കുകയും ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിന് വിശാലതയും അതോടൊപ്പം തന്നെ പടച്ചവന്റെ മാർഗങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിന് ആവശ്യമായ നല്ല വർത്തമാനങ്ങളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിലുണ്ടായിരുന്നു. ആ വേദഗ്രന്ഥത്തിലെ അങ്ങനെയുള്ള കുറച്ച് സുവിശേഷ വർത്തമാനങ്ങൾ എന്ന് മാത്രമാണ് ഈസാ നബിയുടെ വേദഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതിനും അതിൻ്റെതായ പരിമിതിയുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ഒരു സമഗ്രമായ ഗ്രന്ഥം എന്നുള്ള നിലക്ക് ഒരു സമൂഹത്തിന്റെ മാറ്റത്തിന് ആവശ്യമായ നിയമങ്ങൾ അവതരിപ്പിച്ച ഗ്രന്ഥം, നിയമങ്ങൾ മുന്നോട്ട് വെച്ച ഗ്രന്ഥം എന്നുള്ള നിലക്ക് തൗറാത്തിനെ എടുത്താൽ ഒരു സമൂഹത്തിന്റെ വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട കുറെ നിയമങ്ങളുടെ സമാഹാരമാണ് തൗറാത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലെ നിയമങ്ങൾ ഇങ്ങനെ നമ്പറിട്ട് നമുക്ക് അവതരിപ്പിച്ച് തരികയാണ് സത്യത്തിൽ തൗറാത്തിൽ ചെയ്യുന്നത്. നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഓരോ നിയമങ്ങൾ അങ്ങനെ നമ്പറിട്ട് ഓരോ നിയമങ്ങളായി തന്നെ അവതരിപ്പിച്ച് തരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഖുർആൻ ഇവിടെ നിന്ന് ഏറെ സവിശേഷതയുണ്ട്. ഖുർആൻ സത്യത്തിൽ ഒരു സമൂഹത്തിന്റെ വളർച്ചയുടെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ അവർക്കാവശ്യമായ മാർഗദർശനം നൽകിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്.
ഖുർആൻ ഒരു സമൂഹത്തിന്റെ മിടിപ്പിനോടൊപ്പം നിൽക്കുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ തന്നെ അത് ഏത് സമയത്ത് ഏത് സന്ദർഭത്തിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തഫ്സീറുകളിലെല്ലാം നിങ്ങൾക്ക് അസ്ബാബ് നുസൂലിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഏറെ കാണാൻ കഴിയുന്നത്. അവ അവതരിപ്പിക്കപ്പെട്ട സാഹചര്യത്തെ കുറിച്ച് മനസ്സിലാക്കാതെ പരിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളും പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാനേ സാധ്യമല്ല. ആ രൂപത്തിലാണ് ഖുർആന്റെ ഘടന. അഥവാ ഖുർആൻ 23 വർഷക്കാലഘട്ടത്തിലെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ അവസരങ്ങളിൽ ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് അവയുടെ ആ സമൂഹത്തിന്റെ വളർച്ചയോടൊപ്പം നടന്ന ഒരു ഗ്രന്ഥമാണ്. ആ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. ലോകത്തെല്ലാവരും പറയുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്രയും മോശമായൊരു സമൂഹം വേറെ ഉണ്ടായിരുന്നില്ല എന്ന്. എല്ലാ സംസ്കാരത്തിന്റെ ഏത് അളവ് പോലും വെച്ച് നോക്കിയാലും 0 ഡിഗ്രിയിൽ നിന്നിരുന്ന ഒരു സമൂഹം, അറബ്യൻ ഗോത്രവർഗ സമൂഹം. അങ്ങനത്തെ ഒരു സമൂഹത്തെ 23 കൊല്ലം കൊണ്ട് ലോകത്തിന് ഏറ്റവും അധികം മാതൃകായോഗ്യമായ സമൂഹമാക്കിയിട്ടാണ് ഖുർആൻ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മനുഷ്യ സംസ്കാരത്തിന്റെ 0-ൽ നിന്ന് 100-ലേക്കുള്ള പ്രയാണത്തിൽ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ പടച്ചവൻ ഇടപെടുന്നതാണ് ഖുർആനിലൂടെ നമുക്ക് കാണുന്നത്. ആധുനിക സംസ്കാരത്തിന്റെ 0-ൽ നിന്നുള്ള 100-ലേക്കുള്ള പ്രയാണത്തിൽ ആ പ്രയാണത്തിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലുള്ള സർവശക്തനായ തമ്പുരാന്റെ സൃഷ്ടാവിന്റെ ഇടപെടലുകളാണ് ഖുർആനിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ഒരു സംവേദനക്ഷമമായ, അഥവാ ഖുർആൻ ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ വളർച്ചക്കൊപ്പം മിടിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ഒരു റോട്ടനായ അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന കുറെ നിയമങ്ങൾക്കപ്പുറത്ത് ഒരു സമൂഹത്തിന്റെ വളർച്ചക്കൊപ്പം മിടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആനിന്റെ വചനങ്ങളുടെ അവതരണ ക്രമവും ഖുർആന്റെ നിയമങ്ങളുടെ അവതരണ രീതിയുമെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഖുർആൻ ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. 23-ാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40-ാമത്തെ വയസ്സിൽ നിങ്ങൾക്കറിയാം ഹിറാ ഗുഹയിൽ നിന്ന് ആരംഭിച്ച് ഖുർആനിൽ അങ്ങനെ വളർന്നു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ അടക്കം ഉള്ള ഒരു വചന സമാഹാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് ഹദീസുകൾ മനസ്സിലാക്കി തരുന്നത്. ആ വഹി ഖുർആനിലെ ആയത്തല്ല, ഖുർആനിലെ ആയത്തുകളല്ല, മറ്റേ റസൂലുള്ളാഹിക്ക് ഖുർആനിലെ ആയത്തുകളെ പോലെ തന്നെ ഖുർആൻ അല്ലാത്ത വഹിയും ലഭിച്ചുകൊണ്ടിരുന്നു എന്നതുകൊണ്ട് തന്നെ അത്തരം വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന മുറക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ഖുർആൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നതിനനുസരിച്ച് റസൂലുള്ളാഹി ഇത് കാണാതെ പഠിക്കും. റസൂൽ കാണാതെ പഠിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനിലെ വചനങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് ചലിച്ചുകൊണ്ടിരിക്കും. അത് വേണ്ടതില്ല എന്ന് പടച്ചവൻ തന്നെ പറഞ്ഞുകൊണ്ട് ആണ് സൂറത്തുൽ ഖിയാമയിലെ 16 മുതൽക്കുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ന അലൈന ജംഅഹു വ ഖുർആന ഫൈദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന സുമ്മ ഇന്ന അലൈന ബയാന. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, താങ്കൾ ഇങ്ങനെ നാവിട്ടടിക്കേണ്ടതില്ല, എന്നാൽ നമ്മുടെ ബാധ്യതയാണ്, ഇന്ന അലൈന, നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ മേലുള്ളതാണ് ഖുർആനിന്റെ ക്രോഡീകരണവും അതിന്റെ പാരായണവുമല്ല. അത് നമ്മൾ ചെയ്യും, അള്ളാഹു തന്നെ അത് ചെയ്തിരിക്കും. അള്ളാഹു കൊടുക്കുന്ന ഉറപ്പാണ്. സുമ്മ ഇന്ന അലൈന ബയാന, അതിന്റെ വിശദീകരണവും നമ്മുടെ പണിയാണ്, അള്ളാഹിന്റെ പണിയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ബേജാറായിക്കൊണ്ട് സ്വയം ഖുർആനെങ്ങാനും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹിയിൽ അള്ളാഹുവിന്റെ വചനമാണല്ലോ ഖുർആൻ, ആ വചനമായ ഖുർആനെങ്ങാനും എന്നിൽ നിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാവിട്ട് അടിക്കേണ്ടതില്ല
ബൈഹാട്ട് ചെയ്യാൻ വേണ്ടി പ്രയാസപ്പെടേണ്ടതില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ അടുത്താണ് ഖുർആനിൻ്റെ ക്രോഡീകരണവും അതോടൊപ്പം തന്നെ അതിൻ്റെ സംരക്ഷണവും. അതുകൊണ്ട് തന്നെ അത് അള്ളാഹു നിർവഹിച്ചു കൊള്ളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ റമദാനിലും ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട വർഷം റസൂല് വളരെ സ്വകാര്യമായി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറഞ്ഞു, എല്ലാ വർഷവും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റമദാനിൽ എൻ്റെ അടുത്ത് വന്ന് ഖുർആൻ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി അതുവരെയുള്ള പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട അത്രയും ഭാഗങ്ങൾ ഞങ്ങൾ ഉറപ്പുവരുത്താറുണ്ടായിരുന്നു. ആ റസൂലുള്ളാഹി ഓതി കൊടുക്കുകയും ജിബ്രീൽ ഓതി കൊടുക്കുകയും ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ നമ്മുടെ മനസ്സിലുള്ള ഖുർആൻ കൃത്യമായി ഏത് സ്ഥലത്ത് എവിടെയൊക്കെയാണോ ആയത്തുകൾ ഉള്ളത് അത് കൃത്യം തന്നെയാണോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ പരിശോധിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ഇങ്ങനെ രണ്ട് തവണ ഖുർആൻ പരിശോധിക്കുകയുണ്ടായി. എൻ്റെ അവസാനമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രത്യേകമായി സ്വകാര്യമായി പറഞ്ഞ കാര്യം സഹീഹ് ബുഖാരിയിലെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മശക്തിയിലുണ്ടായിരുന്ന, മെമ്മറിയിലുണ്ടായിരുന്ന പരിശുദ്ധ ഖുർആൻ എത്രത്തോളം കൃത്യമാണ് എന്നത് ഓരോ വർഷവും ചെക്ക് ചെയ്ത് ഉറപ്പിക്കാറുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ നേർക്കുനേരെയുള്ള മലക്ക് വഴി എന്നർത്ഥം. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബിമാർക്ക് ഇത് ഓതി കൊടുക്കാറുണ്ടായിരുന്നു. ആ ഓതി കൊടുക്കുന്ന സഹാബിമാർ അത് കാണാതെ പഠിച്ച് അത് മനസ്സിൽ സൂക്ഷിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കാണാതെ പഠിച്ച ആളുകളെ റസൂൽ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതെ പഠിക്കാൻ വേണ്ടി പ്രോത്സാഹനങ്ങൾ നൽകിയിരുന്നു. എന്ന് മാത്രമല്ല, പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ മരണപ്പെട്ട ആളുകളെ ഖബറടക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഖബറുകൾ കുത്തിയപ്പോൾ ഓരോ ഖബറിലും 2 പേരെ വീതമായിരുന്നു ഖബറടക്കിയിരുന്നത്. 2 പേരെ. അങ്ങനെ 2 പേരെ ഖബറടക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി ചോദിക്കും, ഈ 2 പേരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവരിൽ ആർക്കായിരുന്നു ഖുർആൻ കൂടുതൽ കാണാതെ അറിയാമായിരുന്നത്? അങ്ങനെ കാണാതെ ഇന്ന ആൾക്കാണെന്ന് പറഞ്ഞാൽ അയാളെ ആദ്യം ഖബറടക്കുകയും അയാളെ ആദ്യം ഖബറിലേക്ക് വെക്കുകയും എന്നിട്ട് ഇവർക്ക് വേണ്ടി ഞാൻ പരലോകത്ത് സാക്ഷിയായി നിൽക്കുമെന്ന് പ്രത്യേകം പറയുകയും ചെയ്തതായി സഹീഹ് ബുഖാരിയിലെ കിതാബുൽ ജനായിസിൽ ഉദ്ധരിക്കപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കാണാതെ പഠിക്കുവാനുള്ള പ്രോത്സാഹനങ്ങൾ നൽകിയ കാര്യം. അപ്പോൾ അങ്ങനെ കാണാതെ പഠിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു അവിടെ. അതോടൊപ്പം തന്നെ എഴുതി രേഖപ്പെടുത്തുന്ന സമ്പ്രദായവും ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ഖുർആനിൻ്റെ അവതരണം അങ്ങനെ തുടർച്ചയായി നടന്നതുകൊണ്ട് തന്നെ അത് 1-2 ചട്ടകൾക്കുള്ളിലായി ശേഖരിക്കപ്പെട്ടിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സന്ദർഭത്തിൽ. അത് പ്രത്യേകം ഇത് ഖുർആനെതിരെ പറയുന്ന വിമർശനങ്ങളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സന്ദർഭത്തിൽ അത് 2 ചട്ടകൾക്ക്, ഇപ്പം നമ്മൾ കാണുന്ന രൂപത്തിലുള്ള മുസ്ഹഫായി 2 ചട്ടകൾക്കുള്ളിലായി ക്രോഡീകരിക്കപ്പെട്ടിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സന്ദർഭത്തിൽ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് പിന്നീട് ആദ്യമായി ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത ആളാരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു യുദ്ധം നടന്നു. ആ യുദ്ധം യമാമ യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധം. ആ യമാമ യുദ്ധം ആരുമായിട്ടാണ് നടന്നത്? മുസൈലിമത്തുൽ കദ്ദാബ് അഥവാ കള്ളപ്രവാചകനായ മുസൈലിമയുടെ ആളുകളുമായിട്ടാണ് യുദ്ധം നടന്നത്. ഈ യുദ്ധം നടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് 6 മാസത്തിന്റെ ഉള്ളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് 6 മാസത്തിന്റെ ഉള്ളിലാണ് ഈ യുദ്ധം നടക്കുന്നത്. അത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട പോയിന്റുകളാണ്. ആ നിലക്കാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ഈ യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് മുസ്ലിങ്ങൾ രക്തസാക്ഷികളായി, അവർ ഷഹീദായി. അങ്ങനെ ഷഹീദായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂബക്കർ, യമാമ യുദ്ധത്തിൽ വെച്ച് ഒരുപാട് ആളുകൾ ഖുർആൻ കാണാതെ അറിയാവുന്ന, ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമുണ്ടായിരുന്ന ഒരുപാട് പേർ ഷഹീദായിരിക്കുന്നു. ജനങ്ങളിൽ നിന്ന്
മായ്ക്കപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഈ ഖുർആൻ നമ്മൾക്ക് ഒന്ന് ക്രോഡീകരിക്കേണ്ടതുണ്ട് എന്ന്. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇതെല്ലാം തന്നെ സയ്യിദ് ഇബ്നു സാബിത്തിൽ നിന്ന് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ബുഖാരിയിലെ വളരെ ദീർഘമായ ഒരു ഹദീസിന്റെ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം അതിനെ എതിർക്കുന്നു. അബൂബക്കർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു കാര്യം എങ്ങനെയാണ് ഞാൻ ചെയ്യുക? അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അതിൻ്റെ വരും വരായികകളെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇയാൾ ചെയ്യേണ്ട പണി തന്നെയാണ് അത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഹദീസിൽ പറയുന്നത് പോലെ ഉമറിന്റെ അബൂബക്കറിന്റെ മനസ്സ് ഈ ഖുർആൻ ക്രോഡീകരണത്തിലേക്ക് അള്ളാഹു ഉമറിലൂടെ തുറന്നു കൊടുത്തു എന്ന്. അങ്ങനെ ഉമറിലൂടെ തുറന്നു കൊടുത്തപ്പോൾ ഈ രണ്ടുപേരും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ പ്രമുഖനായിരുന്ന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുന്നു. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യം പറഞ്ഞു. ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത്, ഒരു മലയെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനേക്കാൾ പ്രയാസകരമായ പണിയായിട്ടാണ് എനിക്കത് തോന്നിയത് എന്ന്. ആദ്യം അദ്ദേഹവും അത് എതിർക്കുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും കൂടി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അതാണ് ശരിയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ആ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദീനയിലെ അതേപോലെ തന്നെ അടുത്ത പ്രാന്തപ്രദേശങ്ങളിലെല്ലാമുള്ള പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ട രേഖകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ആ രേഖകളോടൊപ്പം 2 സാക്ഷികൾ കൂടി ഉണ്ടെങ്കിൽ അത് അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നു. കാണാതെ അറിയാവുന്ന ആളുകളുടെ സാക്ഷ്യത്തിൽ ഈ രേഖകൾ പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിച്ച് ഒരുവിധം കാണാതെ അറിയാവുന്ന എല്ലാ ആയത്തുകളും എല്ലാ സൂറത്തുകളിലെ എല്ലാ ആയത്തുകളും അദ്ദേഹത്തിന് ലഭിക്കുന്നു. കാണാതെ അറിയുന്ന ആളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവസാനം ഈ ഹദീസിൽ തന്നെ പറയുന്നത്, അവസാനം സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ എവിടെയും കാണാനില്ല, എഴുതി വെച്ചതായിട്ട്. അവസാനം ഒരു സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ആ ആയത്തും ലഭിക്കുന്നു. ഈ 2 ആയത്തുകൾ ഈ 2 ആയത്തുകൾ കൂടി ലഭിച്ചതോടുകൂടി ആളുകൾക്ക് കാണാതെ അറിയാവുന്ന ഖുർആനിന്റെ രേഖകൾ കൂടിയുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 2 ചട്ടകൾക്കുള്ളിലായി പരിശുദ്ധ ഖുർആനിന്റെ കോപ്പി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നു. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ സൂക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹു 27 മാസക്കാലമാണ് ഇസ്ലാമിക സമൂഹത്തെ നയിച്ചത്. 27 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെടുന്നു. പിന്നീട് വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവാണ്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് 10 വർഷക്കാലം ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വത്തിലുണ്ട്. ഈ 10 വർഷക്കാലവും ഈ കോപ്പി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 2 ചട്ടകൾക്കുള്ളിലായി നിർമ്മിച്ച കോപ്പി, ആ ഹദീസിൽ തന്നെ പറയുന്നത് സുഹുഫ് എന്നാണ്. ആ കോപ്പിയെ കുറിച്ച് ഞാൻ പറയുന്ന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത അദ്ദേഹത്തിന്റെ റിവായത്തിൽ പറയുന്നത് ഇതിനെ സുഹുഫ് എന്നാണ്. സുഹുഫ് ഖുർആനിൽ പ്രയോഗിക്കപ്പെട്ട പദമാണ്. അതാണ് സുഹുഫ് ഇബ്രാഹിമ മൂസ. ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും സുഹുഫുകൾ ഉള്ളതുപോലെ. അപ്പോൾ സുഹുഫ് എന്നത് ഏട് എന്നർത്ഥത്തിൽ അതേ പ്രയോഗം ഇവിടെയും സഹാബിമാർ നടത്തുന്നു എന്നർത്ഥം. അങ്ങനെ ഈ ഏട് അബൂബക്കറിന്റെ അടുത്തുണ്ടായി, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു ഇവരുടെ അടുത്തുണ്ടായിരുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇത് സൂക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം 10 വർഷക്കാലം ഇസ്ലാമിക സമൂഹം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വികാസത്തിന്റെ ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഓരോ സ്ഥലത്തേക്കും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിനു വേണ്ടി ദൂതന്മാരെ പറഞ്ഞയക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആളുകളെ പണ്ഡിതന്മാരെ പറഞ്ഞയക്കുന്നു. അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന്റെ വികാസത്തിനനുസരിച്ച് വ്യത്യസ്ത ദേശങ്ങളിലുള്ള ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നു. ആ സംവിധാനങ്ങൾക്കിടക്ക് തന്നെ പരിശുദ്ധ ഖുർആനിലെ പാരായണ രീതികളിൽ ചില സ്ഥലങ്ങളിൽ
അബദ്ധങ്ങൾ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇടപെടുന്നു. അത് ഖുറൈശി രീതിയിൽ തന്നെ പാരായണം ചെയ്യണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രത്യേകം നിഷ്കർഷിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഹദീസുകളിലുള്ള കാര്യമാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരാള് കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്, നിങ്ങൾക്കറിയാം അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു സ്വാഭാവിക മരണമല്ല വരിച്ചത്, മറിച്ച് അബൂ ലുഅ്ലുഅ എന്ന പേരിലുള്ള ഒരു ക്രിസ്ത്യാനി, ഒരു പേർഷ്യൻ ക്രിസ്ത്യാനി അദ്ദേഹത്തെ കൊന്നുകളയുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ കോപ്പി അല്ലെങ്കിൽ മുസ്ഹഫ്, രേഖപ്പെടുത്തപ്പെട്ട ഖുർആന്റെ കോപ്പി നേരെ അദ്ദേഹത്തിൻ്റെ മകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുമായിരുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. പിന്നീട് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കയ്യിലാണ് ഈ മുസ്ഹഫ് ഉള്ളത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം, പിന്നീട് വരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു അറിയാലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാളും കൂടുതൽ ഇസ്ലാമിക രാഷ്ട്രത്തെ ഭരിച്ചയാളാണ്. 12 വർഷത്തിലധികം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സമൂഹത്തെ നയിച്ചിട്ടുണ്ട്. ഈ ആദ്യത്തെ 4 ഖലീഫമാരിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക സമൂഹത്തെ നയിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം വീണ്ടും ഒരുപാട് വളരുന്നു. ഒരുപാട് പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം കടന്നു പോകുന്നു. അങ്ങനെ ഇറാഖും ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയയും എല്ലാം ഉൾക്കൊള്ളുന്ന, അന്നത്തെ സിറിയ ജോർദാൻ എല്ലാം ഉൾക്കൊള്ളുന്ന അന്നത്തെ പ്രദേശത്തിനാണ് ഷാം എന്ന് പറയും. ഈ ഷാമും ഇറാഖിലുമുള്ള മുസ്ലിങ്ങൾ അസർബൈജാനും അർമീനിയയുമായി യുദ്ധം ഉണ്ടാകും. ആ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ സ്വാഭാവികമായും പോയി വന്ന സഹാബിമാരിൽ ചിലർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നു, ഈ ഖുർആൻ പല സ്ഥലങ്ങളിലും പല രൂപങ്ങളിൽ ഓതുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പോയാൽ പരിശുദ്ധ ഖുർആനിന് പാഠഭേദങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഖുർആനിന് ഒരുപാട് വ്യത്യസ്തങ്ങളായ പാഠങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇടപെടേണ്ട ഒരു സമയമാണിപ്പോൾ, അത് ഇടപെടേണ്ടതുണ്ട് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഇവർ ആവശ്യപ്പെടുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത്ത് ആരാണ്? നേരത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ മുസ്ഹഫ് നിർമ്മിച്ചയാളാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു ടീം സഹാബിമാരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുറൈശി ആധാര ഉച്ചാരണ രീതി പ്രകാരം പരിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഖുറൈശി ആധാര ഉച്ചാരണ രീതി എന്ത് എന്നുള്ള കാര്യമാണ്. പലപ്പോഴും അത് മനസ്സിലാകാത്തത് കൊണ്ട് അവിടെ കൺഫ്യൂഷനായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ വിമർശകന്മാർ ശ്രമിക്കാറുണ്ട് എന്നതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അഥവാ അറബി ഭാഷ, ഹിജാസിലെ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡേർഡ് അറബിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, അന്ന് ഏത് ലാംഗ്വേജ് ആണെങ്കിലും ലാംഗ്വേജിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് ഘട്ടങ്ങളുണ്ടാവും. ഇന്നത്തേതുപോലെയുള്ള ഭാഷ, സംസാര ഭാഷ ഉണ്ടായിക്കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടായിരിക്കും എഴുത്ത് ഭാഷ ഉണ്ടാവുക. എഴുത്ത് ഭാഷ തുടങ്ങിയാൽ തന്നെ നൂറ്റാണ്ടുകൾ എടുത്തുകൊണ്ടാണ് അത് പരിണമിച്ച് പുതിയ ഭാഷയായി മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മലയാളത്തിലുള്ള നിങ്ങൾ വാക്ക് തന്നെ പെട്ടെന്ന് വായിക്കാൻ കിട്ടുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഇപ്പോഴുള്ളതാണ് മക്തി തങ്ങളുടെ, നമ്മുടെ രംഗത്തും കൂടിയുള്ള ഒരാളായിരുന്നല്ലോ, അദ്ദേഹമാണല്ലോ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തുടക്കം. ആ മക്തി തങ്ങളുടെ കൃതികൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മലയാള ഭാഷാ ശൈലി ഒരു 100 കൊല്ലം മുമ്പ്, 100 കൊല്ലമില്ലല്ലോ, ഒരു 75 കൊല്ലം മുമ്പത്തെ മലയാള ഭാഷാ ശൈലി ഇപ്പോഴത്തെ ഭാഷാ ശൈലിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെയാണ് മലയാളത്തിലെ അക്ഷരമാലകൾ. അക്ഷരങ്ങൾ ചെന്തമിഴിൽ നിന്ന്, തമിഴിൽ നിന്ന് ചെന്തമിഴിലേക്കും ചെന്തമിഴിൽ നിന്ന് മലയാളത്തിലേക്കുള്ള പരിണാമത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഞാൻ പറഞ്ഞു വരുന്നത് അറബി ഭാഷ സംസാര ഭാഷ ഇപ്പോഴത്തെ കൊളോക്കിയൽ ലാംഗ്വേജ് നിങ്ങൾക്കറിയാം. മലയാളം എന്നുള്ളത് കേരളത്തിൽ കുറച്ച് സ്ഥലത്ത് മാത്രം സംസാരിക്കുന്ന ഭാഷയാണ്. പക്ഷേ കാസർഗോട്ടുകാരൻ്റെ മലയാളം തിരുവനന്തപുരത്തുകാരനക്ക് മനസ്സിലാവും, പലപ്പോഴും മനസ്സിലാവില്ല. തിരുവനന്തപുരത്തുകാരൻ്റെ മലയാളം കാസർഗോട്ടുകാരനക്ക് മനസ്സിലാവില്ല. തൃശ്ശൂർക്കാരൻ്റെ മലയാളം ചിലപ്പോൾ മലപ്പുറത്തുകാരനക്ക് മനസ്സിലാവില്ല.
അപ്പോൾ അത് മനസ്സിലാകാത്തതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഭാഷന്റെ ആളുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറില്ലുണ്ട്. പക്ഷേ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഭാഷയിൽ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ്, സംസാര ഭാഷ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം അറബി ഭാഷക്കും ബാധകമാണ്. ഈ സംസാര ഭാഷകൾ വ്യത്യാസം ഉണ്ടാകുമ്പോഴും ഒരു ആധാര ഭാഷ ഉണ്ടാവും. ഇപ്പൊ മലയാളത്തിൽ സംസാര ഭാഷ വ്യത്യസ്തമാണെങ്കിലും നമ്മൾ എഴുതുന്ന ഭാഷ ഒന്ന് തന്നെയാണ്. അതൊരു ആധാര ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെ. അത് ചിലപ്പോ ചില സ്ഥലത്ത് ചിലപ്പോൾ മലപ്പുറത്തുകാരുടെ ഭാഷയായിരിക്കും ശരി, ചില സ്ഥലത്ത് വരുമ്പോൾ തൃശ്ശൂർക്കാരുടെ ഭാഷയായിരിക്കും ശരി, ചില സ്ഥലത്ത് എത്തുമ്പോൾ തിരുവനന്തപുരത്തുകാരുടെ ഭാഷയായിരിക്കും ശരി. ഈ ആധാര ഭാഷ പ്രകാരം നമ്മളിപ്പോ ഭാഷ അച്ചടിയിലേക്ക് പോന്നപ്പോൾ, അതേസമയം സംസാര ഭാഷയുടെ സന്ദർഭത്തിലോ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കാം ഞങ്ങളെ ഭാഷയാണ് ശരി, ഞങ്ങളെ ഭാഷയാണ് ശരിയെന്ന് അല്ലെ. എഴുത്തു ഭാഷ ഇല്ലെങ്കിൽ ഇതേപോലെ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംസാര ഭാഷകളുണ്ട്. എന്നാൽ ആധാര സംസാര ഭാഷ, സ്റ്റാൻഡേർഡ് സംസാര ഭാഷ ആയി ഖുറൈശി സംസാര ഭാഷയാണ് ഹിജാസിലെ സ്റ്റാൻഡേർഡ് ഭാഷ. ഹിജാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഭാഗം ഏകദേശം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഹിജാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹിജാസിലെ ഭാഷയിലെ ആധാര ഭാഷ ഖുറൈശി ഭാഷയാണ്. എന്നാൽ എഴുത്ത് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അറബി ഭാഷയിൽ നിങ്ങൾ അന്നത്തെ എഴുത്തെടുത്ത് നോക്കിയാൽ എത്ര നല്ല അറബി ഭാഷാ നിപുണനാണെങ്കിലും വായിക്കാൻ കഴിയില്ല. ആദ്യകാലത്തെ ഭാഷയിലെ എഴുത്തില് ഇപ്പോൾ ഉള്ള ഹർക്കത്തില്ല എന്ന് മാത്രമല്ല, പുള്ളിയെല്ലാം ഉണ്ടല്ലോ അറബി ഭാഷയിലെ, ആ കുത്തും പുള്ളിയും പോലും നമ്മളിപ്പോൾ ഇടുന്ന രൂപത്തിലുള്ളതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ചറുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനു മുമ്പ് ഹിജാസി എഴുത്ത് പ്രകാരം അത് വലിയ വിഷയമാണ്, കുത്തും പുള്ളി എന്നല്ല. ഈ എഴുത്തിന്റെ ദീർഘം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് തായാണോ നായാണോ ബായാണോ എന്നല്ല, കുത്തൊന്നുമില്ല. എഴുത്തിന്റെ ദീർഘം ഉണ്ടല്ലോ, ആ എഴുത്ത് ഈ ബായും നായും തായും എല്ലാം ഏകദേശം ഒരേ രൂപത്തിലിട്ടിട്ട് നമ്മൾ ആ കുത്തു നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. 2 കുത്താണ് മുകളിലുള്ളതെങ്കിൽ ആ താന്ന് മനസ്സിലാക്കും, അടിയിലൊരു കുത്താണെങ്കിൽ ബാ എന്ന് മനസ്സിലാക്കും, മുകളിൽ ഒറ്റ കുത്താണെങ്കിൽ അത് നായാണെന്ന് മനസ്സിലാക്കും, മുകളിൽ 3 കുത്താണെങ്കിൽ തായാണെന്ന് മനസ്സിലാക്കും. ഇതെല്ലാം കുത്തിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ കുത്തന്നില്ലാത്തൊരവസ്ഥയിൽ ഇത് വായിക്കണ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നാൽ അത് കൃത്യമായിട്ട് വായിക്കാൻ കഴിയും അന്നത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, വായന അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെല്ലാം അറബി ഭാഷയിൽ വായന അറിയുന്ന ആളുകൾ നിരക്ഷരന്മാർ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം വായന അറിയുന്ന ആളുകൾ വളരെ തുലവും വിരളമായിരുന്നു, വളരെ കുറവായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആധാര ഭാഷയിൽ വായിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉള്ള കോപ്പി എടുക്കാൻ വേണ്ടിയാണ് ആര് ഉത്തരവാദപ്പെടുത്തിയത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉത്തരവാദപ്പെടുത്തിയത്. അത് അങ്ങനെ എന്തുകൊണ്ടെന്നാൽ ഇത് കൊളോക്കിയൽ ലാംഗ്വേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഖുർആനിന്റെ ആശയഘടനക്ക് അപകടകരമായ മാറ്റമുണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അങ്ങനെ അതനുസരിച്ച് അദ്ദേഹം കോപ്പികൾ എടുക്കുകയും ആ കോപ്പികൾ ഒരുപാട് കോപ്പികൾ 7 കോപ്പികൾ എടുക്കുകയും അത് രാഷ്ട്രത്തിന്റെ പ്രവിശ്യ തലസ്ഥാനങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് വ്യക്തിപരമായി ആളുകൾ സൂക്ഷിക്കുന്ന എല്ലാ ഖുർആൻ കോപ്പികളും മുസ്ഹഫുകളും സുഹഫുകളും നശിപ്പിച്ച് കളയാൻ വേണ്ടി അദ്ദേഹം ഉത്തരവിടുകയും ചെയ്തു. പലപ്പോഴും ഖുർആനെതിരെ വിമർശിക്കുന്ന ആളുകൾ പറയാറുള്ളത് ഒരുപാട് വ്യത്യസ്തമായ ഖുർആനുകൾ പല കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കത്തിക്കാൻ ആവശ്യപ്പെട്ടത് എന്നാണ്. എന്നാൽ വസ്തുത അതല്ല. വ്യക്തിപരമായി എഴുതി സൂക്ഷിച്ച ആളുകൾ സ്വാഭാവികമായും അന്നത്തെ അവരുടെ കൊളോക്കിയൽ ശൈലിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ആ പ്രാദേശിക ഭാഷയിലായിരിക്കും അവർ എഴുതിയിട്ടുണ്ടാവുക. ആ പ്രാദേശിക ഭാഷ എപ്പോഴും മാറ്റം വരാവുന്നതും ആശയപരമായി വ്യത്യസ്തമായ തലങ്ങളിൽ ഉപയോഗിക്കപ്പെടാവുന്നതുമാണ്. ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജിന്റെ തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നീട് ആ പ്രാദേശിക ഭാഷകളിൽ എഴുതപ്പെട്ടതെല്ലാം ഇല്ലാതെയായിട്ടില്ലെങ്കിൽ ഖുർആനെ കുറിച്ച് ഭാവി കാലത്ത് സംശയങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഇത് നശിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടത്. അവിടെ വളരെ ശ്രദ്ധേയമായ വസ്തുത, സ്വഹാബിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെ തലപൊക്കിയ കാലഘട്ടമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിലെ ഭിന്നിപ്പുകൾക്ക് തുടക്കം കുറിച്ച കാലമാണ്. സ്വഹാബിമാർ വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിഞ്ഞ കാലഘട്ടമാണ്. പക്ഷേ
ഉസ്മാൻ റളിയല്ലാഹു ഖുർആൻ ക്രോഡീകരിച്ച രംഗത്ത് ഉസ്മാന്റെ നിർദ്ദേശപ്രകാരം സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിച്ച രംഗത്ത് എന്തെങ്കിലും ഒരു അപകടം ചെയ്തതായി, എന്തെങ്കിലും കൂട്ടി ചേർത്തതോ അല്ലെങ്കിൽ എടുത്തു മാറ്റുകയോ ചെയ്തതായി ഒരാളും ഉസ്മാനെതിരിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾ പോലും പറഞ്ഞിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഈ രേഖീകരണം വളരെ കൃത്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്ന് അവിടെ നിന്ന് രേഖയായി എടുത്ത ഈ പരിശുദ്ധ ഖുർആൻ മുസ്ഹഫ് കോപ്പികളിൽ നിന്നാണ് ഇന്ന് വരെയുള്ള പരിശുദ്ധ ഖുർആന്റെ കോപ്പികളെല്ലാം തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കോപ്പികളെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് അവിടെ നിന്നാണ്. അതിന് ഏറ്റവും പുരാതനമായ കൈയെഴുത്ത് പ്രതികൾ ലോകത്തെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലുണ്ട്. താഷ്കന്റിലെ ഒരു പള്ളിയിൽ ആണ് ഒരു കോപ്പി ഉള്ളത്. ഏകദേശം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലേത് എന്ന് കരുതപ്പെടുന്ന ഖുർആന്റെ ഒരു കോപ്പി ഉള്ളത്. അത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണെന്നും അല്ല അതിന് തൊട്ടു ശേഷം എഴുതപ്പെട്ടതാണ് എന്നുമെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് സ്വാഭാവികമാണ്, പുരാതന രേഖകളെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം. അതേപോലെ തുർക്കിയിലെ ഇസ്തംബൂളിലുള്ള തോപ്കാപ്പി മ്യൂസിയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇതേപോലെ തോപ്കാപ്പി മ്യൂസിയത്തിൽ ഇതേപോലെ അന്നത്തേത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലേത് എന്ന രൂപത്തിലുള്ള പരിശുദ്ധ ഖുർആന്റെ കോപ്പി കാണാം. എന്നാൽ 1972 യമനിലെ സൻആ എന്ന സ്ഥലത്ത്, യമന്റെ തലസ്ഥാനം സൻആ, അവിടുത്തെ ഒരു പുരാതനമായ പള്ളിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഹിജറ 6 സഹാബിമാരിൽ ആരോ നിർമ്മിച്ചതാണ് എന്ന് കരുതപ്പെടുന്ന പള്ളി, വളരെ പുരാതനമായ പള്ളിയാണ്. ആ പള്ളിയിൽ പഴയ സാധനങ്ങൾ തൂക്കാക്കി വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്ത സ്ഥലത്ത്, ചാക്ക് കെട്ടി കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് ഖുർആന്റെ ചില കോപ്പികൾ, പഴയ കോപ്പികൾ ഇട്ട് അത് പരിശോധിച്ചപ്പോൾ ഈ 2 പ്രതികളെക്കാളും പുരാതനമായതാണ് ഈ ഖുർആൻ കോപ്പികൾ എന്ന് മനസ്സിലാവുകയും അത് UN ഇടപെടുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അത് പരമാവധി അത് കടയിലെല്ലാം പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്താണ്. അത് നന്നായിട്ട് പരിശോധിച്ച് അതിൽ നിന്നത് പുറത്തെടുത്ത് അതിപ്പോൾ മ്യൂസിയത്തിലാക്കി. സൻആയിലെ മ്യൂസിയത്തിൽ ഇന്ന് നിലവിലുണ്ട്. അത് പുറത്തിറങ്ങി, അത് ഇറങ്ങിയ ഉടനെ തന്നെ ലോകത്തെ ഖുർആൻ വിമർശകന്മാർ ഒന്നായിട്ട് പഴയ ഏറ്റവും പുരാതനമായ ഖുർആൻ കിട്ടിയിരിക്കുന്നു, ആ ഖുർആൻ ഇപ്പോൾ ഓതുന്ന ഖുർആനിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അറ്റ്ലാന്റ മാസികയിൽ ഒരു വളരെ വിശദമായൊരു ലേഖനം, അറ്റ്ലാന്റ മാസിക എന്ന് പറഞ്ഞാൽ ഈ കയ്യെഴുത്ത് പ്രതികളെയും കയ്യെഴുത്ത് രേഖകളെയും കുറിച്ചുള്ള പഠനങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു മാഗസിനാണ്. അതിൽ ഖുർആനെ കുറിച്ചുള്ള മുസ്ലിങ്ങളുടെ അവകാശവാദം മുഴുവനും പൊളിക്കുന്നതാണ് ഈ സൻആയിൽ നിന്ന് ലഭിച്ച ഈ ഖുർആൻ പ്രതി എന്ന രൂപത്തിലുള്ള ലേഖനം പുറത്തു വന്നിരുന്നു. പക്ഷേ പഠനങ്ങൾ വ്യക്തമാക്കിയത് ഈ കിട്ടിയ ഖുർആനിന്റെ കോപ്പി, ഏറ്റവും പുരാതനമായ ഖുർആനിന്റെ കോപ്പി, ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും പുരാതനമായ കോപ്പി, സൻആയിലെ കോപ്പി, അത് ഇപ്പോൾ മുസ്ലിങ്ങൾ ഓതുന്ന അതേ രൂപത്തിലുള്ളതാണ് എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അത് അവതരിപ്പിക്കപ്പെട്ട അതേ വിശുദ്ധിയിൽ തന്നെ സംരക്ഷിക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനം നിർവഹിക്കപ്പെട്ടതാണ് നമ്മൾ ഇവിടെയെല്ലാം കാണുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആൻ അതേ രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം, ഒരു മാറ്റമില്ലാതെ. അത് രേഖകളായി അങ്ങനെ, കാണാതെ പഠിച്ച രൂപത്തിൽ ഇങ്ങനെ, രണ്ടും ഒരേ രൂപത്തിൽ നിലനിൽക്കുന്നു. ഇന്നും കാണാതെ പഠിച്ച 10,000-കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വശങ്ങളിലുണ്ട് എന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കുക. ഇത് പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പറയുമ്പോൾ ഖുർആനിനെതിരിൽ വിമർശകന്മാർ ഉന്നയിക്കുന്ന ഒരു 2 പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതിരുന്നാൽ ആ വിമർശനം കടന്നു വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആകും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറയുന്നത്. ഇതിലെത്ര ആൾക്ക് ഖുർആൻ ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയും? ഹർഫ്, ഖുർആനിൽ 7 ഹർഫുകളുണ്ട് എന്ന് പറയുന്നു. എന്താണത് എന്നാർക്കൊക്കെ അറിയാം? കയ്യോക്കെ ആർക്കാരും 7 ഹർഫുകൾ ഉണ്ടെന്ന് കേട്ടവരാരൊക്കെയാണ്? 2-3 ആളുകൾ.
ഖുർആനെതിരിൽ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് ഖുർആനിലെ ഹർഫുകളുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമാണ്. അഥവാ ഗോത്രങ്ങൾക്കും പ്രധാനപ്പെട്ട ഗോത്രങ്ങൾക്കും പൂർണ്ണമായും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന രൂപത്തിൽ അവരുടെ സംസാര ഭാഷയെപ്പോലും ഉൾക്കൊണ്ടുകൊണ്ട് 7 വ്യത്യസ്ത ഹർഫുകളായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് തന്നെ അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ് ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെടുത്തുകൊണ്ട് 7 വ്യത്യസ്ത ഖുർആനുകൾ ഉണ്ടായിരുന്നെന്നും അത് നശിപ്പിക്കപ്പെട്ടു എന്നുമെല്ലാമാണ് വാദിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ 7 ഹർഫുകൾ എന്ന് പറഞ്ഞാൽ 7 രൂപത്തിൽ അള്ളാഹു തന്നെ അവതരിപ്പിച്ച 7 രൂപത്തിലുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ അക്ഷരഭേദങ്ങളാണ്. അത് അന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഖുറൈശി ഉച്ചാരണ രീതി അനുസരിച്ച് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയും അതിന് കോപ്പികൾ എടുക്കുകയും ചെയ്തതോടൊപ്പം വ്യത്യസ്ത ദേശങ്ങളിലേക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ കോപ്പി അയക്കുകയും അതോടൊപ്പം തന്നെ ഖുർആൻ പാരായണക്കാരെ ഖുർആൻ കാരികളെ വ്യത്യസ്ത ദേശങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു. ആ കാരികളിലൂടെ പഠിപ്പിക്കപ്പെട്ടതാണ് വ്യത്യസ്ത ഖിറാഅത്തുകൾ. ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ പാരായണങ്ങളാണ്. വ്യത്യസ്ത ഖിറാഅത്തുകൾ, വ്യത്യസ്ത പാരായണങ്ങൾ ഖുർആനിനുണ്ട്. നമ്മൾ സ്വീകരിച്ചു വരുന്നത് യഥാർത്ഥത്തിൽ ഹഫ്സ് എന്ന് പറയുന്ന പാരായണ രീതിയാണ്. മദീനത്തെ പരിശുദ്ധ മദീന ഖുർആൻ പ്രിന്റിംഗ് കോംപ്ലക്സിലെല്ലാം പ്രിന്റ് ചെയ്ത പരിശുദ്ധ ഖുർആനിലെ പാരായണ രീതി ഹഫ്സ് പാരായണ രീതിയാണ്. ഇതേപോലെ തന്നെ 10 പാരായണ രീതികളുണ്ട്. ഈ പാരായണ രീതികളും പാരായണ വ്യത്യാസങ്ങളും അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ ഹർഫുകളും പാരായണ ഭേദങ്ങളും അള്ളാഹു അവതരിപ്പിച്ചത് തന്നെയാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം, പാരായണ വ്യത്യാസത്തിനും ഹർഫിലുള്ള വ്യത്യാസത്തിനും ഉള്ള ഉദാഹരണം, രണ്ടിനുള്ള ഉദാഹരണമാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ 4-ാമത്തെ ആയത്ത് ഓതാറുള്ളത് മാലികി യൗമിദ്ദീൻ എന്നാണ്. അതിനൊരു പാരായണ വ്യത്യാസമുണ്ട്. മലിക്കി യൗമിദ്ദീൻ എന്ന വ്യത്യാസമുണ്ട്. രണ്ടും അർത്ഥവും വ്യത്യാസമുണ്ട്. ആ അർത്ഥം വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ അത് രണ്ടും 2 ഹർഫാണ്. അർത്ഥവ്യത്യാസം വരുമ്പോൾ അത് രണ്ടും 2 ഹർഫാണ്. ആ ഹർഫിനനുസരിച്ച് തന്നെ 2 പാരായണവുമാണ്. മാലിക് യൗമിദ്ദീൻ ഓതാം, മലിക് യൗമിദ്ദീൻ ഓതാം. പക്ഷേ ഒരു മുസാഹിഫിലെ ഒരു പാരായണം വേറൊരു മുസാഹിഫിലെ വേറൊരു പാരായണം ഉപയോഗിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ അഫ്സാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള നിലക്ക് നമ്മൾ പാരായണം ചെയ്യേണ്ടത് മാലിക് യൗമിദ്ദീൻ എന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വ്യത്യാസങ്ങളെക്കുറിച്ച് നമ്മൾ വേറെ എവിടെന്നെങ്കിലും കേൾക്കുമ്പോൾ ബേജാറാവേണ്ട ആവശ്യമില്ല. ഈ വ്യത്യാസങ്ങളടക്കം അള്ളാഹു അവതരിപ്പിച്ചതാണ് അന്നത്തെ ആളുകൾക്കുള്ള സൗകര്യത്തിനും അതോടൊപ്പം തന്നെ ഖുർആനിൻ്റെ അജയ്യതയെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അത് കാരണം ഖുർആൻ എന്നിട്ടും പറയുന്നത് അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും അള്ളാഹു വല്ലാത്തവരിൽ നിന്നാണ് ഉണ്ടായിരുന്നതെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. ഇങ്ങനെ 7 ഹർഫുകളും ഹർഫ് വ്യത്യാസങ്ങളും അതോടൊപ്പം തന്നെ 10 പാരായണ രീതികളുമെല്ലാം ഉണ്ടായിട്ട് പോലും അവ തമ്മിൽ ഏതെങ്കിലും രൂപത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത വിധം ഏറ്റവും സമഗ്രമാണ്, ഏറ്റവും സമ്പൂർണ്ണമാണ്, ഏറ്റവും അജയ്യമാണ് ഖുർആൻ എന്നുള്ള വസ്തുതയാണ് ഈ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് നൽകിയ വാഗ്ദാനം ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന വാഗ്ദാനം നാം ഈ ദിക്റിനെ നാം തന്നെ സംരക്ഷിക്കും, നാം അവതരിപ്പിച്ച ഈ ദിക്റിനെ എന്ന വാഗ്ദാനം അല്ലാഹു പൂർണ്ണമായും പാലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതിന് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രതികളും അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ച ആളുകളും അതിന് തെളിവാണ് എന്നാണ് നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിനെതിരെ എത്ര വിമർശനങ്ങൾ വന്നാലും ആ വിമർശനങ്ങളിലെ എല്ലാം കെടുത്തിക്കളയുമാറുള്ളതാണ് ഖുർആനിൻ്റെ ഉജ്ജ്വലമായ പ്രകാശം
എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്ക് ചോദിക്കാനുള്ളത്, അബൂലഹബിന് ഖുർആനിൽ ആയത്ത് അറിയിട്ടുണ്ട്, അതായത് അവർക്കൊരു ഹിദായത്ത് കിട്ടില്ല എന്ന രീതിയിൽ ഖുർആനിൽ ആയത്ത് അറിയിട്ടുണ്ട്. അതായത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് അവിടെ വരുന്നത്. അതേപോലെ അക്ബർ സാഹിബ് സൂചിച്ചിട്ടുണ്ടായി, ഇപ്പം അബൂബക്കർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചോളം ഖുർആനിനെ ക്രോഡീകരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചനുസരിച്ചാണ് അത് ചെയ്യാൻ പറ്റിയത്. അതായത് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നമ്മുടെ പ്രവൃത്തികളൊക്കെ അള്ളാഹു നിയന്ത്രിക്കുന്നത്. നമ്മൾ ജനിച്ച മുതൽ നമ്മുടെ മരണം വരെ എങ്ങനെ ആയിരിക്കണം എന്ന് പോലും ആരൊക്കെ ഹിദായത്തിലായി മരിച്ചു പോകുന്നതൊക്കെ അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ മുമ്പിൽ ഖുർആനിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് മാർഗങ്ങളായി മുന്നിൽ തരുന്നതും അതുപോലെ നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ള മാർഗം സ്വീകരിക്കാൻ, നല്ല മാർഗം സ്വീകരിക്കുന്ന അള്ളാഹു സ്വർഗം ഉണ്ടെന്നും പറയുന്നതിലുള്ള രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു വ്യതിരിക്ത പോലെ പറയുന്നത്. അപ്പൊ നമ്മളത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹു എല്ലാ കാര്യം നിശ്ചയിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് പിന്നെ ഈ സ്വാതന്ത്ര്യത്തിനും ഈ തെരഞ്ഞെടുപ്പിനെല്ലാം എന്താണ് അർത്ഥം എന്നാണ് ചോദ്യം. എൻ്റെ കാര്യം ചോദ്യം നേരത്തെ ഉണ്ടാക്കി വന്നിട്ട് വിഷയത്തിനനുസരിച്ച് ഇങ്ങോട്ട് വളച്ചതാണോ, അതല്ല ചോദ്യം വിഷയം അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായതാണോ? അല്ല, നേരത്തെ ഉള്ളതാണ്. അതാ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിധിവിശ്വാസം എന്നത് നമ്മൾ വളരെ കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ അബദ്ധം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് വിധിവിശ്വാസം. അഥവാ എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന കാര്യം ഇസ്ലാമിൻ്റെ 6 വിശ്വാസ കാര്യങ്ങളിൽ അവസാനത്തേതാണ്. അപ്പം അതിന് വളരെ പ്രാധാന്യമുണ്ട് എന്നർത്ഥം. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനെൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഇതേപോലെ സംഘടിപ്പിക്കണം എന്നാണ് എനിക്ക് MSMൻ്റെ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഒരു ചോദ്യോത്തരത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം മനസ്സിലാക്കേണ്ട ഒരു വിഷയമല്ല. ഒന്നാമതായി ആ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബുദ്ധിയുടെ അപ്പുറത്തുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നതും നമ്മൾ തർക്കിക്കാൻ ശ്രമിക്കുന്നതുമെന്നാണ്. അഥവാ നിങ്ങൾ ഇപ്പോൾ അള്ളാഹു നേരത്തെ കണക്കാക്കി വെച്ചതിനാൽ നമ്മുടെ കർമ്മങ്ങൾക്ക് നമുക്ക് പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത് എന്നാണ് ചോദ്യം. ഇവിടെ അള്ളാഹുവിൻ്റെ കണക്കാക്കൽ അത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനമാണെങ്കിലും അത് നമ്മുടെ ചിന്തയുടെ അപ്പുറത്തുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മുടെ ചിന്തക്ക്, നമ്മുടെ വിജ്ഞാനത്തിന് എല്ലാം ചില പരിമിതികളുണ്ട്. നമ്മുടെ വിജ്ഞാനത്തിൻ്റെ പരിമിതി നമുക്ക് നമ്മുടെ വിജ്ഞാനം കാലനിബദ്ധമാണ് എന്നത്. ടൈം ഓറിയന്റഡ് എന്നർത്ഥം. നമ്മുടെ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ അറിവ് ഇന്നലെയുള്ളതല്ല, ഇന്നുള്ളതല്ല, നാളെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. കാലത്തിനനുസരിച്ച്, കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വിജ്ഞാനം വർദ്ധിക്കുന്നു. കാലം എന്ന ഒരിത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയോടുകൂടി മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. കാലം, സമയം പ്രപഞ്ചം തുടങ്ങിയതോടുകൂടി ഉണ്ടായ ഒരു പ്രതിഭാസമാണ്. അപ്പോ കാലം പ്രപഞ്ചം തുടങ്ങിയതോടുകൂടി ഉണ്ടായ ഒരു പ്രതിഭാസമായതിനാൽ കാലം അള്ളാഹുവിന് ബാധകമല്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. കാലം ബാധകമല്ലാത്ത അള്ളാഹുവിന്റെ
അറിവ് ഈ കാലത്തിന് നിബദ്ധമായിക്കൂടാ. നമ്മുടെ അറിവ് കാലത്തിലൂടെ കാലം മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് നമുക്കുണ്ടാകുന്നതാണ്. എന്നാൽ അള്ളാഹു എന്നത് കാലത്തിനപ്പുറത്തുള്ള, കാലം അവന് പ്രസക്തമല്ലാത്തൊരു അസ്തിത്വമാണ്. ആ അസ്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് ഒരിക്കലും വർദ്ധമാനമാകുന്നില്ല, ഇൻക്രീസ് ആകുന്നില്ല. ഇപ്പോ ഒരു ഉറുമ്പിനെ നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ആ ഉറുമ്പ് ഇവിടെ ഇങ്ങനെ പോകുന്നു, മുന്നോട്ട് പോകുന്നു. അത് സംബന്ധിച്ചിടത്തോളം, ഈ ഒരു സ്പേസിനെ സംബന്ധിച്ചിടത്തോളം ആ ഉറുമ്പ് ഇവിടെ എന്നത് ഒരു മൂന്നാമത്തെ ഡയമെൻഷൻ അനുഭവിക്കുന്നത് എപ്പോൾ മാത്രമാണ്? ഇതിലൂടെ അങ്ങനെ പോയിട്ട് ഇവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് എത്തുമ്പോൾ മാത്രം. ഈ ഒരു ലോകത്തെക്കുറിച്ചുള്ള അറിവ് ഉറുമ്പിന് ഇവിടെ എത്തി ഇവിടെ എത്തുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ്. എന്നാൽ അതെന്തുകൊണ്ടാണ്? ഉറുമ്പ് ഈ വസ്തുവിന് ആപേക്ഷികമായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട്. ഇതുമലാണ് ഉറുമ്പിന്റെ കളി എന്നുള്ളതാണ്. ഞാൻ ഈ വസ്തുവിന്റെ അപ്പുറത്തുള്ളവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉറുമ്പിന് അതിന്റെ അറിവ്, ഇവിടത്തെ കുറിച്ചുള്ള അറിവിൽ എത്തണമെങ്കിൽ ഇവിടെ എത്തിയിരിക്കണം. എനിക്ക് ഇവിടത്തെ കുറിച്ച് അറിവിലെത്തണമെങ്കിൽ ഇവിടെ എത്തേണ്ട ആവശ്യമില്ല, ഞാനിതിന് പുറത്തുള്ളതാണ്. അത് ഞാൻ പറയുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കുക. അള്ളാഹു പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ്, പ്രപഞ്ചത്തിന് പുറത്തുള്ളവന്. കാലം എന്നത് പ്രപഞ്ചത്തിനകത്തെ ഒരു പ്രതിഭാസമാണ്. അപ്പൊ അള്ളാഹുവിന്റെ അറിവിൽ ഈ പ്രപഞ്ചത്തിനകത്ത് നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാനുള്ളതും എല്ലാം അള്ളാഹുവിന്റെ അറിവിന്റെ ഭാഗമാണെന്നും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് നമ്മൾ ഈ പ്രപഞ്ചത്തിനകത്തുള്ളതാണ് എന്നതുകൊണ്ടാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്, നമ്മൾ ഇതിന് ഉള്ളിലുള്ളതാണ്. ഈ ഉള്ളിലുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഈ ഉറുമ്പിനെ പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോയി ഓരോ നിമിഷം കഴിയുമ്പോൾ മാത്രമേ അവന് അതുമായി ബന്ധപ്പെട്ട അറിവിൽ അവൻ എത്തുന്നുള്ളൂ. എന്നാൽ അള്ളാഹുവാകട്ടെ എന്താണ്? ഇതിന് പുറത്തുള്ളവനാണ്. അവന്റെ അറിവിൽ ഇതെല്ലാം എന്നും ഉൾക്കൊണ്ടതാണ്. ആ ഉൾക്കൊണ്ടത് നമുക്ക് മനസ്സിലാകില്ല എന്നത് നമ്മുടെ പരിമിതിയാണ്. നമ്മുടെ തലച്ചോറിന് എങ്ങനെയായിരുന്നാലും ചിന്തിച്ചാൽ അത് മനസ്സിലാകില്ല. നമ്മുടെ തലച്ചോറിന് ചിന്തിച്ചാൽ മനസ്സിലാവില്ല എന്ന് നമ്മുടെ പരിമിതിയാണ്. എന്തുകൊണ്ട്? നമ്മുടെ തലച്ചോറ് ഈ പ്രപഞ്ചത്തിനകത്തെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പ്രപഞ്ചത്തിന് പുറത്തുള്ള അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ചാണ്, അവന്റെ അറിവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഖദർ എന്നത്, വിധി എന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നേരത്തെ തന്നെ അല്ലേ? ഈ നേരത്തെ തന്നെ ഇല്ല. നേരത്തെ ശേഷം എന്നെല്ലാം ഉള്ളത് നമ്മുടെ പരിഗണനയിലാണ്. നമ്മുടെ അറിവിന് വേണ്ടി ഹദീസുകളിൽ ചിലപ്പോ അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ പാർട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നേരത്തെ ശേഷം എന്നുള്ള പ്രയോഗങ്ങൾ ഉണ്ടാകാം. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശേഷം ഇപ്പോൾ എന്നീ പ്രയോഗങ്ങളെ അപ്രസക്തമാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ കാലത്തിനതീതനാണ്. കാലം നമ്മിലെത്തുമ്പോഴാണല്ലോ കാലം ഉണ്ടാകുന്നത്. ഈ പ്രപഞ്ചത്തിനകത്ത് മാത്രമാണ് കാലമുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു രേഖപ്പെടുത്തി എന്നതും അള്ളാഹുവിന്റെ അറിവിന്റെ ഭാഗമാണ് എന്നതും അവന്റെ മഹത്വമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കർമ്മം ചെയ്യുന്നതിനാണ്, നമ്മൾ ഈ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്നതിനാണ് നമുക്ക് രക്ഷയും ശിക്ഷയും ഉള്ളത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് ഉപയോഗപ്പെടുന്നത്. അവിടെ നമ്മളെ പിടിച്ചു വെക്കുന്നത് അള്ളാഹുവല്ല. എന്നാൽ നമുക്ക് തൗഫീഖ് നൽകുന്നത് എല്ലാറ്റിനും അള്ളാഹുവാണ് താൻ. നമുക്ക് ഈ കഴിവും ഈ അറിവും ഈ ഇങ്ങനെ ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഏർപ്പെടുത്തുന്നത് ആരാണ്? അള്ളാഹുവാണ്. എന്നാൽ നമുക്ക് ഈ സ്വാതന്ത്ര്യം തന്നത് ആരാണ്? അള്ളാഹുവാണ്. ഈ സ്വാതന്ത്ര്യമാകട്ടെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമാണ് താൻ. നമുക്ക് ഈ സ്വാതന്ത്ര്യം ഏത് സമയത്തും അള്ളാഹ്ക്കെടുത്ത് മാറ്റാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചവർക്കാണ് ഹിദായത്ത് നൽകുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചവർക്കേ ഹിദായത്ത് നൽകും. പക്ഷേ അത് അള്ളാഹു നൽകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് നൽകണമെങ്കിൽ
ഞാൻ ഒരു ഓട്ടോണമസ് കോളേജിലെ പ്രിൻസിപ്പൾ പറയുന്നു, ഞാൻ ഉദ്ദേശിച്ചവർക്ക് വേണ്ട ഡിഗ്രി സർട്ടിഫിക്കറ്റ് തരും. ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ എന്തൊക്കെയുണ്ട്? നിങ്ങൾക്ക് 65% മാർക്ക് വേണം, നിങ്ങൾക്ക് 80% അറ്റൻഡൻസ് വേണം. ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞത് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചവർക്കേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞതിനെ മാത്രം മനസ്സിലാക്കുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രം കിട്ടുന്നതാണ് ഹിദായത്ത്. പക്ഷെ ആ ഹിദായത്ത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ മുൻധാരണയില്ലാതെ ചിന്തിക്കാൻ പഠിക്കണം. നിങ്ങൾ സത്യം കണ്ടാൽ അത് സ്വീകരിക്കാൻ പഠിക്കണം. ആരോടെങ്കിലുമുള്ള ഇഷ്ടമോ വെറുപ്പോ നിങ്ങൾക്ക് സത്യത്തിന് മുന്നിൽ നിങ്ങളുടെ മറയായി ഭവിച്ചുകൂടാ. അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ അത് വലാലത്തിലേക്ക് നയിക്കും. വലാലത്ത് വീണ്ടും വീണ്ടും നിങ്ങൾ വലാലത്തിലേക്ക് പോകും. അതേസമയം സത്യം അത് എവിടെയാണെങ്കിലും പെറുക്കിയെടുക്കാനുള്ള മാനസികാവസ്ഥയുണ്ടോ, വിനയമുണ്ടോ എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്തിലേക്കുള്ള മാർഗം തുറന്നു. ഇതാണ് ഈ ആയത്തുകൾ മുഴുവൻ വ്യക്തമാക്കുന്നത്. സായിപ്പും പറഞ്ഞ ചോദ്യത്തിന്റെ ആൻസർ ശരിക്കും ക്ലിയർ ആയില്ല. അത് എങ്ങനെയാ വെച്ചാൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഹിദായത്ത് ആദ്യം കിട്ടണമെന്ന് അള്ളാഹു തീരുമാനിക്കുന്നപ്പോൾ പറഞ്ഞു. പക്ഷെ അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ആ കാര്യങ്ങൾ ആരൊക്കെ ചെയ്യണം, അത് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു തന്നെ. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു റോബോട്ട് ഉണ്ടാക്കി വിചാരിക്കാം. അതിലൊരു പ്രത്യേക പ്രോഗ്രാം ചെയ്തു. അതിപ്പോൾ ഒരാളെ കൊല്ലാനുള്ള പ്രോഗ്രാമാണ് ഞാൻ റോബോട്ടിൽ ചെയ്ത് വെച്ചത്. അപ്പോൾ ആ റോബോട്ട് അയാളെ കൊന്നെങ്കിൽ ശരിക്കും നമുക്ക് ആ റോബോട്ടിനെ കുറ്റം പറയാൻ പറ്റും ഇല്ലല്ലോ. അത് ശരിക്കും അതിന്റെ പ്രോഗ്രാമറാണ് അവിടെ പ്രശ്നക്കാരൻ. അപ്പോൾ നമ്മളിപ്പോൾ ഹിദായത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ കൊടുക്കും. പക്ഷെ അത് എങ്ങനെ ചെയ്യണം, അത് ആർക്കൊക്കെ കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹു തന്നെയാണ്. അവര് ഓരോ മനുഷ്യരും എന്തൊക്കെ ചെയ്യണം, ഞാനിപ്പോൾ അടുത്ത നിമിഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അള്ളാഹു തന്നെയാണ്. അപ്പോൾ ആ ഹിദായത്തിലേക്ക് ആരൊക്കെ എത്തിച്ചേർന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ, ആ സ്വാതന്ത്ര്യം ഇപ്പോൾ എവിടെയാണ്? എങ്ങനെയാ സ്വാതന്ത്ര്യം? ഞാൻ പറഞ്ഞ മനസ്സിലാകാത്തത്, ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു പ്രശ്നം ബാക്കി കിടക്കുന്നത് കൊണ്ടാണ്. അത് എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട് ഇതിൽ. നിങ്ങളിപ്പോ റോബോട്ടിന്റെ ഉദാഹരണം പറഞ്ഞു. ഇത് എല്ലാം നമ്മുടെ അനുഭവ തലത്തിലുള്ള ഒരു ലോകത്തെ കുറിച്ചുള്ള ഉദാഹരണമാണ്. എന്നാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിനകത്തുള്ള ആളുകളെ ഞാനും നിങ്ങളല്ല. നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് അള്ളാഹുവിന്റെ അറിവിനെയാണ് നമ്മൾ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് നമുക്ക് പറ്റുന്ന അബദ്ധം. നമ്മുടെ തലച്ചോറ് ഈ പ്രപഞ്ചത്തിനകത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അപഗ്രഥിക്കാനും വേണ്ടി തന്ന സാധനമാണ്. ഈ പ്രപഞ്ചത്തിന് അതീതമായ അള്ളാഹുവിന്റെ അറിവിന്റെ ഭാഗമാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞു, ആ ഭാഗമാകുന്നത് എങ്ങനെ നമ്മൾക്ക് വരുന്നു ഇത് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അള്ളാഹു പറഞ്ഞു തന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനാണ് നിങ്ങൾക്ക് രക്ഷയും ശിക്ഷയും ഉള്ളത്. ഇത് അള്ളാഹു പറഞ്ഞു തന്ന കാര്യമാണ്. ആ സ്വാതന്ത്ര്യം പൂർണ്ണമായി നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. എൻ്റെ സുഹൃത്ത് ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റ് തന്നത് ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആ ഉദ്ദേശം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ നാവിലൂടെ ചോദ്യം വന്നു, ഞാനത് കേട്ടു, ഞാനത് ആൻസർ ചെയ്യുന്നു. അവിടെ അള്ളാഹുവിന്റെ ഉദ്ദേശമാണ് ഈ ചോദ്യം ചോദിക്കലും കാര്യങ്ങളുമെല്ലാം. പക്ഷേ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും പിടിച്ചു വെച്ചോ? ചോദ്യം ചോദിക്കാൻ പിടിച്ചു എന്തിയോ? ഇല്ല. നിങ്ങൾ സ്വയം ഇച്ഛയെ ഉപയോഗിച്ചു, നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു, നിങ്ങൾ എഴുന്നേറ്റ് നിന്നു, നിങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ സ്വരം ഉപയോഗിച്ചു, അപ്പോൾ ഞാൻ കേട്ടു. അവിടെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അവിടെ വർക്ക് ചെയ്തത്. ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് ഒരു വിലക്കുമില്ല എന്ന് അള്ളാഹു തന്നെ ഖുർആനിലൂടെ വ്യക്തമാക്കി. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യത്തിൽ അള്ളാഹു ഇടപെടുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം അള്ളാഹുവിന്റെ അറിവിന്റെ ഭാഗമാണ്. ആ അറിവിന്റെ ഭാഗമാകുന്നത് എങ്ങനെ നമ്മളുമായി ബന്ധപ്പെടും? നിങ്ങൾക്ക് എത്ര അന്വേഷിച്ചാലും എത്ര പഠിച്ചാലും പലപ്പോഴും നമ്മുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ അറിവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇത് എങ്ങനെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുക? ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ആകാശത്തിൽ കാണുന്നത് നക്ഷത്രങ്ങളെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഭൂതകാലത്തെയാണ് അനുഭവിക്കുന്നത്. ഏറ്റവും മിനിമം നിങ്ങൾ പ്രോക്സിമ സെഞ്ചുറിയെ കാണുന്ന സമയത്ത് 3.25 പ്രകാശവർഷം ദൂരെയുള്ള പ്രോക്സിമയാണ് നിങ്ങൾ കാണുന്നത്. 3.25 വർഷം മുൻപുള്ള പ്രോക്സിമ, അഥവാ 3.25 കൊല്ലം മുമ്പ് ഉള്ള പ്രോക്സിമയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് 1400 പ്രകാശവർഷം ദൂരെയുള്ള
ഒരു നക്ഷത്രമാണെങ്കിലോ നിങ്ങൾ 1400 കൊല്ലം മുമ്പത്തെ നക്ഷത്രത്തെയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആ നക്ഷത്രത്തിൽ പോകുന്നു. നക്ഷത്രത്തിൽ പോയിട്ട് ഭൂമിയെ കാണാൻ നിങ്ങൾക്കൊരു സൗകര്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കാണുക ഭൂമിയിൽ 1400 കൊല്ലം മുമ്പത്തെ ഭൂമിയെയാണ്. അപ്പൊ ഒരേ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്നത് ഭൂതകാലവും വർത്തമാനകാലവുമാണ്. ആ നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കുള്ള വർത്തമാനകാലം, നിങ്ങൾ താഴേക്ക് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ 1400 കൊല്ലം മുമ്പുള്ള പ്രവാചകനും ശിഷ്യന്മാരും എല്ലാം നടന്നു പോകുന്ന ഭൂമിയാണ് നിങ്ങൾ കാണുന്നത്. അവിടെ നിങ്ങളത് കാണുന്നു എന്നത് ഭൂമിയിലെ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? ഇല്ലാത്തതുപോലെ നിങ്ങൾക്കൊന്ന് മുന്നോട്ട് പോയി നോക്കുക. ഇത് തന്നെ കാലത്തിലൂടെ പിന്നോട്ടുള്ള പോക്കാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത്. അതാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ മുകളിലേക്ക് നോക്കുമ്പോൾ നടക്കുന്നത്. കാലത്തിലൂടെ ഇതേ തിയറി ഉപയോഗിച്ച് നിങ്ങൾക്കൊന്ന് മുന്നോട്ട് പോയി നോക്കുക. നിങ്ങൾക്ക് നാളകളെ ഇതേപോലെ കാണാൻ കഴിയും. ഇതെല്ലാം തിയറിയാണ്. ഒരിക്കലും പ്രകാശത്തേക്കാൾ പ്രവേഗത്തിൽ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നക്ഷത്രത്തിൽ നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. ഈ പ്രകാശത്തേക്കാൾ പ്രവേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന നിങ്ങൾ പിന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നാളകളെ കാണാൻ കഴിയും. നാളെ കാണാൻ കഴിയും എന്നതുകൊണ്ട് ഇവിടെ ഭൂതകാലത്ത് നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയാത്തതുപോലെ ഭാവി കാലത്തും നിങ്ങളുടെ സ്വാധീനം നടക്കുകയില്ല. നിങ്ങൾ കാണുന്നു എന്ന്. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. അള്ളാഹുവിന്റെ അറിവ് ഇതേപോലെ എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു താരതമ്യം മാത്രം. അള്ളാഹുവിന്റെ അറിവ് കാലങ്ങൾക്കപ്പുറത്താണ്. നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് 2 കാലത്തെയും ഒരേ നിമിഷം അനുഭവിക്കുന്നുവെങ്കിൽ, ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ 2 കാലത്തെയും അനുഭവിക്കുന്നുണ്ട്. ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും അനുഭവിക്കുവാൻ അള്ളാഹുവിന് കഴിയും. ഒരേ സമയം, ഒരേ സെക്കൻഡിൽ, ഒരേ മൊമെന്റിൽ. അള്ളാഹുവിന് സെക്കൻഡും മൊമെന്റും ഇല്ല എന്നതുകൊണ്ട് തന്നെ ആ അനുഭവം പക്ഷേ നമ്മുടെ കർമ്മങ്ങളെ അള്ളാഹു സ്വതന്ത്രമാക്കിയത് കൊണ്ട് തന്നെ ബാധിക്കുന്നില്ല. നമ്മുടെ കർമ്മങ്ങൾക്ക് നമ്മൾക്ക് അള്ളാഹു സ്വാതന്ത്ര്യം നൽകി. ആ സ്വാതന്ത്ര്യത്തിന് നമുക്ക് ചോദ്യവും വെച്ചു. അതിനാണ് ചോദ്യവും പരീക്ഷണവും അതേപോലെ തന്നെ വിചാരണയും. യഥാർത്ഥത്തിൽ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാലത്തിന്റെ ഉള്ളിലാണെന്നുള്ളത് കൊണ്ടാണ്. അത് ഉറപ്പാണ്. ഞാൻ ഉറുമ്പിന്റെ ഉദാഹരണം പറയാതുകൊണ്ടാണ്. ഞാനിപ്പോൾ നീ ഇങ്ങനെ പോയാൽ നീ വീഴാൻ പോകുന്ന ഉറുമ്പിനോട് എത്ര പറഞ്ഞാലും ഉറുമ്പിന് മനസ്സിലാവില്ല. എന്തുകൊണ്ടെന്നാൽ അത് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇതിലൂടെയാണ്. ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിൽ നിൽക്കുന്നിടത്തോളം കാലം ഉറുമ്പിന് അനുഭവത്തിൽ അത് വരാത്തിടത്തോളം കാലം ഉറുമ്പിന് മനസ്സിലാവില്ല. പക്ഷെ ഇതിന് പുറത്തുള്ള എനിക്ക് അത് മനസ്സിലാകും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കാലത്തിന് പുറത്തുള്ളവനാണ് എന്ന് പറയുമ്പോൾ അവന്റെ അറിവിനെ കാലത്തിനകത്തുള്ള നമ്മുടെ തലച്ചോറ് വെച്ച് അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ. ഒന്നുകൂടി കൃത്യമായി ഈ വിഷയകമായി വിശദമായി പഠിക്കണമെങ്കിൽ വിധിവിശ്വാസം എന്ന പേരിൽ എഴുതപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളുണ്ട്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ദാവാ ബുക്സ് പുറത്തിറക്കിയ മുഹമ്മദ് അൽ ജിബാലിയുടെ വിധിവിശ്വാസം എന്ന പുസ്തകമുണ്ട്. അതേപോലെയുള്ള നിച്ച് ഓഫ് ട്രൂത്ത് പുറത്തിറക്കിയ വിധിവിശ്വാസം എന്ന ചെറിയൊരു പുസ്തകമുണ്ട്. ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു കൃത്യമായ ലൈന് കിട്ടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പുസ്തകത്തിലൊക്കെ തെറ്റുണ്ടാകും, തിരുത്താൻ നമ്മൾ ഭരണഘടനയിലൊക്കെ ഇടത്തൊക്കെ തിരുത്തലൊക്കെ ഉണ്ടാവും, സ്വാഭാവിക മനുഷ്യന്മാരുണ്ടാക്കിയത്. പക്ഷെ ഇപ്പൊ നേരത്തെ ക്ലാസ്സിൽ കുറച്ചു നേരം മുമ്പ് ഖുർആനിൽ പോലും അള്ളാഹു തിരുത്തൽ പഠിപ്പിക്കുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് വ്യക്തമായി തരാം. ഖുർആനിൽ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഖുർആനിൽ അള്ളാഹു തിരുത്തിയതാണ് മനസ്സിലാകാത്ത ഒരു വിഷയം. ഞാൻ നേരത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചു. ഖുർആൻ 23 കൊല്ലം കൊണ്ട് ഒരു 0 ഡിഗ്രിയിൽ, സാംസ്കാരികമായി 0 ഡിഗ്രിയിൽ നിന്നിരുന്നൊരു സമൂഹത്തെ 100 ഡിഗ്രിയിലേക്ക് വളർത്തിയ, അതിനനുസരിച്ച് അതിൻ്റെ പൾസിനനുസരിച്ച് സഞ്ചരിച്ചൊരു ഗ്രന്ഥമാണ്. ആ പൾസിനനുസരിച്ച് സഞ്ചരിച്ച ഗ്രന്ഥത്തിൽ ചില നിയമങ്ങളിൽ ചില സന്ദർഭങ്ങളിലുള്ള നിയമങ്ങളിൽ മാറ്റം ആവശ്യമായി വരും. ഇപ്പൊ സമൂഹത്തിൽ ഉദാഹരണം നിങ്ങൾ നോക്കുക, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും.
ആണും പെണ്ണും സഹോദരി സഹോദരന്മാർ തമ്മിൽ വിവാഹം പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ നിയമം. ഈ നിയമം ആദം നബിയുടെ കാലത്ത് തന്നെ നടപ്പാക്കിയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ തലമുറയോട് കൂടി ആളുണ്ടാവില്ല, പിന്നെ മനുഷ്യന്മാരുണ്ടാവില്ല. അപ്പോൾ ആ തലമുറയിൽ സ്ത്രീ സഹോദരി സഹോദരന്മാരും തമ്മിൽ വിവാഹം നടക്കണം അല്ലേ? അത് എത്ര കാലം മുന്നോട്ട് പോകണം? അത് അള്ളാഹ്ക്കാണ് അറിയാം. അപ്പോൾ ആ നിയമം പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ അത് തിരുത്തൽ വരണം. ആ തിരുത്തൽ എപ്പോൾ നടത്തണം? അതും അള്ളാഹ്ക്കാണ് അറിയാം. അപ്പൊ ചരിത്രത്തിൽ സാംസ്കാരികമായി വട്ടപൂജ്യത്തിൽ നിന്നിട്ട് 100ലേക്ക് പോകുന്ന 23 വർഷക്കാലം എന്നത്, ആ വർഷക്കാലത്തിനിടക്ക് ഇതേപോലെയുള്ള സന്ദർഭങ്ങൾ ഇടപെടപ്പെടേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകാം. ആ സന്ദർഭങ്ങളിൽ ആദ്യം അവതരിപ്പിക്കപ്പെട്ട ഒരു വചനത്തിലെ നിയമം, ആ നിയമം ചിലപ്പോൾ മാറ്റേണ്ട സന്ദർഭം ഉണ്ടാകാം. അത് മാറ്റൽ അനിവാര്യമാകുന്ന സന്ദർഭം ഉണ്ടാകാം. ആ സന്ദർഭത്തിൽ അള്ളാഹു ഇടപെടുന്നു, മാറ്റുന്നു. അതിലെന്താ കുഴപ്പം? ആ ചരിത്രത്തിലുള്ള പടച്ചവന്റെ ഇടപെടലിനെ വ്യക്തമാക്കുന്നതാണത്. ഉദാഹരണത്തിന് മദ്യപാനത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൽ തൗഹീദും ആഖിറത്തും പറഞ്ഞ് പഠിപ്പിച്ചു, അവർക്ക് ബോധമുണ്ടായി. പക്ഷേ മദ്യത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ കഴിയണില്ല. അങ്ങനത്തെ ആളുകളെ ഒറ്റയടിക്ക് മദ്യപിക്കരുത് എന്നുള്ള നിയമത്തിന് പകരം ഒന്നാമത്തെ ഘട്ടം കഴിയുന്നു. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ മദ്യപിക്കരുതെന്ന് പറയുന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മദ്യത്തിന് തിന്മയുണ്ട്, അതിൽ തിന്മയാണ് കൂടുതലെന്ന് പറഞ്ഞു കൊടുക്കുന്നു. നിസ്കരിക്കുമ്പോൾ മദ്യപിക്കരുതെന്ന് പറയുന്നു. പിന്നെ മദ്യം തീരെ പാടില്ല എന്ന് പറയും. ഇത് ചരിത്രത്തിൽ അള്ളാഹുവിന്റെ ഇടപെടൽ കാണിക്കുകയാണ്. ആ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും അള്ളാഹു ഇടപെട്ടുകൊണ്ടേ ഇരിക്കുമെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ഇടപെടലിൽ അതിന്റെ പൂർണ്ണത എങ്ങനെയെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയുമാണ്. അതാണ് വെറും നിയമങ്ങളല്ല. ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന രാഷ്ട്രം ഉണ്ടായി, അതിന്റെ എല്ലാ എല്ലാ തൂണുകൾ ഉണ്ടാക്കിയതിനു ശേഷം അതിന്റെ മേൽക്കൂരയാണ് ഭരണഘടന. രാഷ്ട്രത്തിന്റെ തൂണുകൾക്ക് മുകളിൽ എങ്ങനെ രാഷ്ട്രം നടക്കണം എന്നതാണ് മേൽക്കൂര, അഥവാ അതാണ് ഭരണഘടന. ഈ ഭരണഘടന സ്വാഭാവികമായും കുറെ കാലം കഴിയുമ്പോൾ സമൂഹത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പോലും ഭരണഘടനയിൽ മാറ്റേണ്ടി വരുന്നു. അത് നമ്മുടെ പരിമിതിയാണ്. മറ്റേത് അള്ളാഹുവിന്റെ ഇടപെടലാണ്. ആ ഇടപെടൽ അനിവാര്യമായും ഇത്തരം സന്ദർഭങ്ങളിൽ വേണ്ടി വരും എന്ന് വ്യക്തമാക്കുന്നു എന്ന് മാത്രം. ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ മഗ്‌രിബിന് ശേഷമാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഖുർആനിൽ ഉസ്ത എന്ന് അസർ നമസ്കാരത്തെ മതി നമസ്കാരമായി അസറിനെ പ്രതിപാദിക്കുന്നു. ഇത് രണ്ടും എങ്ങനെയാണ് യോജിച്ചു പോകുന്നത്? മനസ്സിലായി? സലാത്തുൽ ഉസ്ത എന്ന അസറിനെ കുറിച്ച് പറഞ്ഞു. മധ്യനമസ്കാരം അത് തിരിച്ചാണെങ്കിലോ? പറഞ്ഞ തിരിച്ചാണെങ്കിലോ? ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നല്ല യഥാർത്ഥത്തിൽ ദിവസം ആരംഭിക്കുന്നത്, ദിവസം എന്നുള്ളത് ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള 2 തരം സങ്കല്പങ്ങൾ. ഒന്ന് സൂര്യോദയത്തോടുകൂടി, അതല്ലെങ്കിൽ സൂര്യാസ്തമയത്തോടുകൂടി. ഇത് രണ്ടുമല്ല നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് പാതിരാക്ക് 12 കൂടി എന്നുള്ളതാണ് നമ്മുടെ ആധുനിക സമയം. ഇതില് അല്ലേ, നമ്മൾ പാതിരാക്ക് 12 നമ്മുടെ ടൈം. നമ്മുടെ ദിവസം മാറില്ല. കാരണം ക്ലോക്കിന് ഒരു എംബ്രിക്കലാണ് ക്ലോക്ക്. അത് കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് ഉണ്ടാക്കിയ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെയും ക്ലോക്ക് ഒരേപോലെ വർക്ക് ചെയ്യണം. അപ്പോഴാണ് ലോകത്തെ ട്രാൻസാക്ഷൻസ് നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലോക്ക് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാ ക്ലോക്കിനും ഒരേപോലെ തിരിയണ ഒരു സമയം ഉണ്ടാക്കണം. അത് പാതിരാക്ക് 12 അതുകൊണ്ടാണ്. അല്ല സൂര്യാസ്തമയം ഉദയം വെച്ചാൽ ഇവിടെ വെച്ച ക്ലോക്ക് നേരെ തിരുവനന്തപുരത്ത് ഉണ്ടായാൽ അത് മാറ്റേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ സ്വലാത്തുൽ ഉസ്ത എന്ന് പറഞ്ഞാൽ മധ്യനമസ്കാരം എന്നത് ഇവിടെ നമസ്കാരം പ്രഭാതം മുതൽ, ഉറക്ക് കഴിഞ്ഞിട്ട് പ്രഭാതം മുതൽ എന്ന രൂപത്തിൽ തന്നെയാണ് നമസ്കാരത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാം. ദിവസത്തിന്റെ ആരംഭം, ദിവസം എന്നത് ഒരു കലണ്ടറിൽ തുടങ്ങുന്നതാണ് മഗ്‌രിബിന് ശേഷം. ഇസ്ലാമിന്റെ നിയമമൊന്നുമല്ല, അത് സെമിറ്റിക് നാടുകളിലെ മൊത്തത്തിൽ ഉള്ള ഒരു രീതിയാണ്. കാരണം ദിവസം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ അവർ കണക്കാക്കിയത് ചന്ദ്രമാസം. ചന്ദ്രൻ കാണപ്പെടുകയാണ് സൂര്യാസ്തമയത്തിന് ശേഷം. അപ്പോഴാണ് 1-ാം തീയതി ആയതുപോലെ അറിയുന്നത്. നമ്മുടെ 1-ാം തീയതി ആയത് നമ്മൾ കലണ്ടർ മാറ്റുന്നത് 1-ാം തീയതി മനസ്സിലാക്കുന്നത് പോലെ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലെല്ലാം നമ്മൾ ഉപയോഗിച്ച രീതി വർഷമാണ്. ഇത് ഈ സൂര്യനനുസരിച്ചുള്ള ഈ കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു കലണ്ടറാണ് നമ്മൾ ഉപയോഗിച്ചത്. ഭാരതീയ കലണ്ടറിൽ അങ്ങനെയാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് സെമിറ്റിക് രീതിയാണ്, ദിവസം ആരംഭിക്കുന്നത് മാരിബോട് കൂടിയാണെന്നത്. പക്ഷെ ഖുർആനിൽ നമസ്കാരത്തെക്കുറിച്ച് ആ ഹദീസുകളിലെ നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഫജ്ർ മുതൽക്കാണ് പറഞ്ഞു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമല്ല ഉസ്താ എന്നുള്ള പ്രയോഗത്തിന് മധ്യമം എന്നതുപോലെ തന്നെ ഉത്തമം എന്ന് കൂടി അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിലെ ശ്രദ്ധയും കാര്യവും വെച്ചുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത്. കൂടുതൽ ആ വിഷയങ്ങൾ അറിയാവുന്ന പണ്ഡിതന്മാരോട് ചോദിക്കണം. കാലഘട്ടത്തിൽ ഒരു കാര്യം ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഉദാഹരണം ഇപ്പോൾ ഫോട്ടോ എടുക്കും, ഫോട്ടോയിലുള്ള പ്രബോധനം സാധ്യമായിരുന്നു. കാരണം ചിത്രരചന ഭാഗത്തുള്ള ആൾക്കാർ, പ്രകടമായ ചിത്രരചന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ നബി അത് ഉപയോഗപ്പെടുത്തിയില്ല. എന്നാൽ ഈ കാലഘട്ടം മാറിയിട്ട് നമ്മൾ പ്രബോധന രീതിയിലേക്ക് വരുമ്പോൾ ഫോട്ടോയിലുള്ള ഒരു പ്രബോധന രീതി നമ്മൾ ഇസ്ലാമിക ഉൾപ്പെടുത്തി. അപ്പോൾ ഇതിൽ ഇസ്ലാമികമായിട്ടുള്ള വീക്ഷണം എന്നാണ് പ്രമാണബദ്ധമാക്കി. സുൽത്താന്റെ കാലത്ത് ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ചിത്രം വരയ്ക്കാൻ പറ്റുന്നവരുണ്ടായിരുന്നു. ഈ ഫോട്ടോഗ്രാഫി ചിത്രം വരയ്ക്കുക എന്നെല്ലാം പറഞ്ഞ ഒരുപാട് വ്യത്യാസമുള്ള ഒരു സംഗതിയാണ് അല്ലേ? കാരണം ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു വെറും ഇമേജിങ് ആണ്. ചിത്രം വരയ്ക്കുക എന്നുള്ളത് ഒരു ക്രിയേറ്റീവ് വർക്കാണ്. ആ ക്രിയേറ്റീവ് വർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരയ്ക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്, നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഫോട്ടോഗ്രാഫി അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഫോട്ടോഗ്രാഫി എന്നതൊരു ഇമേജിങ് ആണ്. ദഅവത്തിന് വേണ്ടി ഫോട്ടോഗ്രാഫി ഉപയോഗിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, അങ്ങനത്തെ ഒരു രീതിയുമില്ല. ഇവിടെ ദഅവത്തിന്റെ രീതികൾ കാലത്തിനനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. രീതികൾ, രീതിശാസ്ത്രം ഒന്ന്, മെത്തഡോളജി ഒന്ന് തന്നെ, മെത്തേഡ്സ് വ്യത്യാസം ഉണ്ടാകും. മെത്തഡോളജി ഒന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഖുർആനെ കുറിച്ച് സംസാരിച്ചു. ഖുർആനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്ന് പറയാനുള്ളത് തന്നെ 10 കൊല്ലം കഴിഞ്ഞാലും പറയാനുള്ളത്, 1000 കൊല്ലം മുമ്പ് പറയാനുള്ളത് അത് തന്നെ. പക്ഷേ അത് പറയുന്ന രീതി വ്യത്യാസപ്പെട്ടു. നമ്മൾ ചിലപ്പോൾ പിന്നെ ഖുർആന്റെ അമാനുഷികതയെ വ്യക്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ വീഡിയോ പ്രസന്റേഷൻ ഉപയോഗപ്പെടുത്തി, മൈക്ക് ഉപയോഗപ്പെടുത്തി, അങ്ങനത്തെ രീതികൾ ഉപയോഗപ്പെടുത്തി, ഇന്നത്തെ സയന്റിഫിക് എവിഡൻസസ് ഉപയോഗപ്പെടുത്തി, ചരിത്രപരമായി പുതിയ കണ്ടെത്തിയ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി. ഇതെല്ലാം കാലത്തിനനുസരിച്ചുള്ള അറിവിനെ, ടെക്നോളജിയെ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച ഒരു മാർഗത്തെയും ഇസ്ലാമിക പ്രബോധനത്തിന് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ മെത്തഡോളജി, അതിൻ്റെ രീതിശാസ്ത്രം ഒരിക്കലും മാറില്ല. അഥവാ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയും നമുക്ക് പറയാനുള്ളത് തൗഹീദും ആഖിറത്തും റിസാലത്തും തന്നെയാണ്. അടിസ്ഥാനപരമായി പ്രവാചകന്മാർ എന്തു പറഞ്ഞുവോ അത് തന്നെയാണ് നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ളത്. അതേസമയം അത് എത്തിച്ചു കൊടുക്കുന്ന രീതികൾ വ്യത്യാസപ്പെടാം, അത് കാലത്തിനനുസരിച്ച്. അത് അല്ലാഹു അനുവദിച്ചിട്ടുള്ളതാണ് എന്നതുകൊണ്ടാണ്. എന്താണ് എന്തെല്ലാം ക്ലാരിറ്റി കുറവുള്ളത്? ഏത് രീതി? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിത്രരചന നിരോധിച്ചിരിക്കുകയാണ്. അല്ല, എന്താണെന്നറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ച സംഗതിയാണ് ചിത്രരചന. ആ നിരോധിച്ചൊരു സംഗതിയിലൂടെ റസൂൽ അങ്ങനെ ഇസ്ലാമിക പ്രബോധനം നടത്തുക. ഓർക്കാൻ പാടില്ല എന്നാണ് റസൂൽ പറഞ്ഞത്. ആരാധനക്കുള്ളത് ആരും മാറാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. ആരാധനക്കുള്ള മാർഗമായി മാറാൻ പലതും ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ഉമ്മ ഇരുന്നിരുന്ന കസാര, അത് ചിലപ്പോൾ എൻ്റെ മാനസികാവസ്ഥ അനുസരിച്ച് കുറച്ചു കാലം ഞാനത് സൂക്ഷിച്ചു വെച്ച് പിന്നീട് ഇങ്ങനെ ഉമ്മാനോടുള്ള ആദരവ് കൂടി മാറാൻ ചിലപ്പോൾ ആരാധനക്കുള്ള മാർഗമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കസാരമ്മ മരിച്ച പിറ്റേന്ന് തന്നെ അടിച്ചു കൊടുക്കണം എന്ന് പറയാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ച സംഗതികളെ നമ്മൾ നിരോധിക്കണം. റസൂലുള്ള ക്രിയേറ്റീവ് വർക്കുള്ള ചിത്രരചന നിരോധിച്ചിരിക്കുന്നു. ആ ഫോട്ടോഗ്രാഫി റസൂലുള്ള നിരോധിച്ചതായി തെളിവൊന്നുമില്ല. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇമേജിംഗ് ആണ്. ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മിററുണ്ട്, കണ്ണാടിയുണ്ട്. റസൂലുള്ള കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ട്. നോക്കുക എന്നുള്ളത്, കണ്ണാടി എന്നുള്ളത് ഒരു മിററിംഗ് ആണ് ഫോട്ടോഗ്രാഫിയിൽ സംഭവിക്കുന്നത്. കണ്ണാടിയിൽ സംഭവിക്കുന്ന അതേ സംഗതിയാണ് ഫോട്ടോഗ്രാഫിയിൽ സംഭവിക്കുന്നത്. ഈ കണ്ണാടിയിൽ, ഇപ്പോഴുള്ള കണ്ണാടിയിൽ തന്നെ നമുക്ക് ചിലപ്പോൾ അതിൽ നമ്മൾ പുരട്ടുന്ന സാധനം ഒന്ന് വ്യത്യാസപ്പെടുത്തിയാൽ നമ്മൾ പോയി നിന്ന് ഒഴിഞ്ഞാലും ആ മിറർ ഇമേജ് അവിടെ നിലനിർത്തുന്ന അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കും.
അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഹറാമാകും എന്നതിന് റസൂലുള്ളാഹിയിൽ നിന്ന് തെളിവൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് തെറ്റല്ല എന്ന് പറയുന്നത്. അതേസമയം ഫോട്ടോ പിന്നെ വര എന്നുള്ളത് ജീവനുള്ള വസ്തുക്കളെ വരക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് തെറ്റാണ്. പിന്നെ എങ്ങനെ റസൂലുള്ളാഹിന്റെ കാലത്ത് അത് ചെയ്യാൻ ദാവത്തിന് വേണ്ടി? ഒരു പള്ളിയിൽ അകത്തേക്ക് ഈ ഇടയ്ക്ക് മുടിയുടെ ഒരു ഉദാഹരണം, അതിൽ കുറച്ച് ഫോട്ടോസ് കഴിഞ്ഞിട്ട് വേണ്ട പള്ളിയിൽ മുന്നിൽ വെച്ചു. നമുക്കറിയാം രൂപമുള്ള ഭാഗത്തേക്ക് മലക്കുകൾ പ്രവേശിക്കില്ല. പള്ളിയിൽ അകത്തളത്തിൽ വെച്ച് ഞങ്ങളുടെ ഭാഗത്തുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇതിനുള്ള വിശദീകരണം മലക്കുകൾ രൂപവും കണ്ട് പ്രവേശിക്കില്ല എന്ന് പറയുമ്പോൾ പള്ളിയിനുള്ളിൽ തന്നെ ഈ ഫോട്ടോസുമായി ഒരു ബാങ്ക് വെച്ച് ഈ മുടി കാന്തപുരത്തിന്റെ മുടി ഇങ്ങനെ ഇതിനുള്ള തെളിവ് വെക്കുന്നതാണ് പറഞ്ഞിട്ട് ബാങ്ക് വെച്ചു. അപ്പൊ മലക്കുകൾ പ്രവേശിക്കില്ല അതിനുള്ള മുടിന്റെ പിക്ചറാണോ വെച്ചത്? കാന്തപുരത്തിന്റെ പിക്ചറാ വെച്ചത്? അത് ഒഴിവാക്കണതാണ് നല്ലത്. പിക്ചർ ആരുടേതാണെങ്കിലും ഫോട്ടോ എടുത്തിട്ട് ചുമരിൽ തൂക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പറഞ്ഞില്ല മോനെ, ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന്. പിന്നെ ഇനി വിശദീകരിക്കണോ? ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് എല്ലാവരും ക്ലിയർ ആയത്. ഫോട്ടോഗ്രാഫി, ഫോട്ടോ എടുത്ത ഫോട്ടോസ് കാന്തപുരത്തിൻ്റെതാണെങ്കിലും അറബികളുടേതാണെങ്കിലും ഇയാളുടേതാണെങ്കിലും പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് വെക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതിനേക്കാളും വിശദീകരിക്കാൻ വേണ്ടി നബിയുടെ കാലത്ത് ഫോട്ടോഗ്രാഫിന് ഇല്ലല്ലോ മോനെ. ഫോട്ടോഗ്രാഫി ഉണ്ട് നബിന്റെ കാലത്ത്. അതേ പറയാം, നബിന്റെ കാലത്ത് മിററിംഗ് ഉണ്ട്. നബിന്റെ കാലത്ത് ഫോട്ടോഗ്രാഫി മാത്രമല്ല ഇല്ലാത്തത്, മൈക്കില്ല, വീഡിയോഗ്രാഫി ഇല്ല. നമ്മൾ പിന്നെ അതേ രൂപത്തിൽ ഇപ്പൊ ഈ രൂപത്തിലുള്ള ക്ലാസ് റൂം സെറ്റപ്പ് ഇല്ല, എയർ കണ്ടീഷൻ ഇല്ല, ഫാനില്ല, അങ്ങനെ ഒരുപാട് സംഗതികൾ ഇല്ലാത്തതുണ്ട്. ഇപ്പൊ ദാവത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ചൂടത്തിരുന്നിട്ടാണ് ദാവത്ത് നടത്തിയത്. അതുകൊണ്ട് നമ്മൾ എ സിയിൽ ഇരിക്കാൻ പാടില്ല അറിയാത്തോ? ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ്സും മെത്തഡോളജിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്തതുകൊണ്ടാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്ത് പോയിട്ടാണ് ദാവത്ത് നടത്തിയത്. അതുകൊണ്ട് ഇന്നിപ്പോ നമുക്ക് ഒട്ടകപ്പുറത്ത് പോയി ദാവത്ത് നടത്തിയ പ്രത്യേക തോനെ കൂലി കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് കാറ് പോയിക്കൂടെ? കാരണം എന്താണ്? ഇന്നത്തെ വാഹനം കാറാണ്. ഇതേപോലെ ആണ് ഏത് വിഷയവും. ഫോട്ടോഗ്രാഫി അള്ളാന്റെ റസൂൽ എതിർത്തിട്ടുണ്ടെങ്കിൽ, ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യാൻ പാടില്ല. അത് ദാവത്തിന് നല്ല ഒന്നിനും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് പാസ്പോർട്ട് എടുക്കാൻ പാടില്ല, പിന്നെ കോളേജിൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ദാവത്തിന് വേണ്ടി മാത്രം ഹറാമാകുന്നൊരു സംഗതി ജീവിതത്തിൽ ബാക്കിയെല്ലാ രംഗത്തും ഹലാലാകുമോ? നിങ്ങൾ കോളേജിൽ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഫോട്ടോ ഒട്ടിക്കണം. ആ ഫോട്ടോ ഹലാലാകുന്നത് എങ്ങനെ? അത് നിർബന്ധിത സാഹചര്യത്തിലാണ്. അതെങ്ങനെ നിർബന്ധിത സാഹചര്യം? കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്നുള്ളത് നിർബന്ധമുണ്ടോ? അതില്ലെങ്കിലും ജീവിച്ചൂടെ? ഇല്ലാതെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്? പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കണം. അപ്പൊ അത് നിർബന്ധിത സാഹചര്യത്തിലാണ്. പാസ്പോർട്ട് എടുക്കാത്തവരെ ജീവിക്കാൻ പറ്റില്ലേ? അപ്പോ അനാവശ്യമായി ദീനിനെ നമ്മൾ അനാവശ്യ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് കുടുസാക്കി പ്രയാസപ്പെടുത്തി നമുക്ക് തന്നെ ആചരിക്കാൻ പറ്റാത്ത ഒരു സാധനമാക്കി ദീനിനെ മാറ്റുന്ന കുറെ ആളുകളുണ്ട്. അത് യഥാർത്ഥത്തിൽ ദീനിന്റെ നിലപാടല്ല. ദീനിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും പറഞ്ഞെടുത്ത് നിൽക്കുകയും അവിടെ കുടുസാക്കാതെ വിശാലപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിത്രരചന, ജീവനുള്ള സാധനങ്ങളുടെ രചന പിന്നെ നിരോധിച്ചു. ആ നിരോധിച്ചതിന് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ കാരണം എന്താണ്? അത് ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാം. അതേസമയം തന്നെ സസ്യലതാദികളെ വരയ്ക്കുന്നതിനെ എതിർത്തില്ല. സസ്യലതാദികൾ ആരാധിക്കപ്പെടുന്ന സന്ദർഭം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് അല്ലെ നമ്മുടെ നാട്ടിൽ സസ്യലതാദികൾ ആരാധിക്കുന്ന നാടില്ലേ? തുളസിനെ ആരാധിക്കുന്ന ആൾക്കാരില്ലേ? പക്ഷേ റസൂലുള്ള പറഞ്ഞെടുത്ത ആ വിഷയം നമ്മൾ നിൽക്കുക. അതേസമയം ഫോട്ടോഗ്രാഫി, ഇമേജിംഗ് ആണ് ഞാൻ പറഞ്ഞു. ഫോട്ടോഗ്രാഫി ഹറാമാണ് എന്നാണെങ്കിൽ അങ്ങനെ വാദമുള്ള പണ്ഡിതന്മാരുണ്ട്. ആ വാദമുള്ള ആളുകൾക്ക് അതനുസരിച്ച് പോകാം. പക്ഷേ അത് പ്രായോഗികമായി അവർ തന്നെ അങ്ങനെ പറയുന്ന ആളുകൾക്ക് നടപ്പാക്കാൻ കഴിയാറില്ല. ഹജ്ജിന് പോകണമെങ്കിൽ പാസ്പോർട്ട് എടുക്കണം, പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കണം. ഹറാമ് ചെയ്തുകൊണ്ട് ഹജ്ജിന് പോകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകാൻ ഹറാമാണ് ഫോട്ടോഗ്രാഫി എങ്കിൽ ഫോട്ടോ എടുത്തുകൊണ്ട് ആ പാസ്പോർട്ട് ഒട്ടിച്ചുകൊണ്ട് ഹജ്ജിന് പോകേണ്ട ആവശ്യമില്ല, ഉംറക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോ
അതുകൊണ്ട് ഇസ്ലാമിലെ നിയമങ്ങൾ എപ്പോഴും കൃത്യമായിരിക്കും. ആ നിയമങ്ങൾക്കുള്ളിൽ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചത് ഇതാണ്. അതേസമയം ഫോട്ടോ ആണെങ്കിലും ഏത് രൂപമാണെങ്കിലും തൂക്കിയിടുന്നതും വീട്ടിൽ പ്രദർശിപ്പിക്കുന്നതും പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാം നമ്മൾ ആ രൂപത്തിലുള്ള പ്രദർശനം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ ആകാശത്തിന്റെ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വൈരി അഹമ്മദിൻ തറവനാഹ എന്ന് പറഞ്ഞല്ലോ, അത് നമ്മളെ കണ്ണുകൊണ്ട് കാണാത്ത തൂണുകളിൽ നിന്നാണോ അല്ലെങ്കിൽ തീരെ തൂണുകളില്ല എന്നാണോ? നിങ്ങൾക്ക് കാണാനാവാത്ത തൂണുകളില്ലാതെ, കാണാനാവുന്ന തൂണുകളില്ലാതെ അള്ളാഹു ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്ത് നമുക്ക് കാണാത്തതാണെന്നാണോ അതല്ല തീരെ തൂണില്ല എന്നാണോ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. അള്ളാഹ് ഉദ്ദേശിച്ചതിന് നമുക്കറിയാം. അള്ളാഹു പറഞ്ഞതിൽ നിന്ന് ഒരിക്കലും നമുക്ക് തൂണ് അവിടെ ഉണ്ടെന്നോ ഒരാൾ വ്യാഖ്യാനിക്കാന്ന് ചോദിച്ചാൽ തൂണുണ്ട് പക്ഷെ കാണൂല എന്നാണ്. അങ്ങനെ ഈ ആയത്തിരുന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അത് ഇസ്ലാം വിമർശകന്മാർ ഉന്നയിക്കുന്ന കാര്യങ്ങളിലൊന്നാണത്. പക്ഷെ വിഷയം എന്താന്ന് വെച്ചാൽ അവിടെ അവരോട് നമുക്ക് പറയാനുള്ളതാണ്, ഇതിൽ നിന്ന് എങ്ങനെയാണ് കാണാത്ത തൂണുണ്ട് എന്ന് മനസ്സിലാവുക? അങ്ങനെ അത് വിവരമില്ലാതെ വലിയ അസ്ട്രോണമേഴ്സ് അവരാകും ചെയ്യും. വടച്ചോന്റെ കൊണ്ട് ഒരു ബുക്കും വായിക്കൂല. അങ്ങനത്തെ ആൾക്കാർ ചിലപ്പോൾ അതെല്ലാം പ്രസംഗിച്ചടക്കും. യഥാർത്ഥത്തിൽ അത് ഗുരുത്വാകർഷണമാണെന്നെല്ലാം പറഞ്ഞു പോകും. യഥാർത്ഥത്തിൽ ഗുരുത്വാകർഷണം നല്ലൊരു ബലം തന്നെ ഇല്ല. ആ ഗുരുത്വാകർഷണത്തിൻ്റെ എല്ലാം കാലം കഴിഞ്ഞാണ്, ഒരുപാട് കാലം കഴിഞ്ഞാണ്. അപ്പൊ അതൊന്നും വിഷയമൊന്നും പഠിക്കാതെ ആരെങ്കിലും പറഞ്ഞിട്ടിട്ട് അത് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് ശരിയായ രീതിയല്ല. പക്ഷെ കാണാത്ത തൂണുകളുണ്ട് എന്ന് ഖുർആനിലൂടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കാണാനാകുന്ന തൂണുകളൊന്നുമില്ലാതെ അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു, ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. പക്ഷെ എന്തായിരുന്നാലും നമുക്ക് കാണാനാകുന്ന തൂണുകളൊന്നുമില്ല എന്നതാണ് അവിടെ വിവക്ഷിച്ചിട്ടുള്ളത്. അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് നമുക്കറിയാൻ പറ്റും.